ശേഷം നിങ്ങളോടൊപ്പം ആയിരിക്കാൻ സർവശക്തനായ ദൈവം ഇടവരുത്തിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ കർത്താവിന്റെ ഗിരിപ്രഭാഷണത്തെ സംബന്ധിച്ച് ചില ക്ലാസ്സുകളിലായി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാൻ ഇട വന്നു. പഠിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. എങ്കിലും ഈ ഭാഗത്തിന്റെ ഒരു അവസാന ഭാഗമായിട്ട് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ വചന പഠനത്തിൽ അതേ വചനം കേൾക്കുവാൻ ശ്രദ്ധ വെച്ച എല്ലാ പ്രിയമുള്ളവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ഞാനിത് നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഞാനും പഠിക്കുന്നു. നിങ്ങൾക്ക് ചൈതന്യം വരുന്നത് പോലെ ഈ വചനം എൻ്റെ ജീവിതത്തിലും ചൈതന്യം വരുത്തുന്നു. ഈ ഗിരിപ്രഭാഷണം എന്നൊക്കെ പറഞ്ഞാൽ പ്രസംഗിക്കാനും പഠിപ്പിക്കാനും എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. എന്നാൽ ഇന്ന് ഈ അവസാന ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ വചന പഠനം ഒരു അനുഗ്രഹത്തിന് കാരണമായി എന്ന് അറിയത്തക്കവണ്ണം, അനുഗ്രഹമായി തീരത്തക്കവണ്ണം കർത്താവ് സഹായിക്കട്ടെ. നമ്മൾ ഒടുവിലായി ചിന്തിച്ച വചനഭാഗം ഇതാണ്. മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 23, 24 വാക്യങ്ങൾ വായിച്ച് നമ്മൾ 1-2 ചിന്തകൾ ചിന്തിച്ചു. അതിനുശേഷം 25, 26 വാക്യം അതിനോട് ചേർത്ത് നമ്മൾ ചിന്തിച്ചു. അത് നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. അതിന്റെ 23, 24 വാക്യങ്ങൾ നമ്മൾ വായിച്ച് ചിന്തിച്ചത് ഇങ്ങനെയാണ്: ഒരു നിരപ്പിന്റെ ശുശ്രൂഷ അത് നാം ചെയ്യേണ്ടതുണ്ട്. ഒന്നാമത് ആരാധനയല്ല, ഒന്നാമത് നിരപ്പിന്റെ ശുശ്രൂഷയാണ്. ഒന്നാമത്തെ ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതിനേക്കാൾ മനുഷ്യനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. മനുഷ്യനെ സ്നേഹിക്കാതെ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയില്ല. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നു. എന്നാൽ ഇനി അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മൾ അവസാനിപ്പിച്ച ഭാഗം ഇതാണ്. മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 25, 26 വാക്യങ്ങൾ. നിരക്കുക എന്നുള്ളത്, നിരപ്പിന്റെ ശുശ്രൂഷയെ കുറിച്ച് നമ്മൾ ആദ്യം പഠിച്ചു. അതിനുശേഷം നിരക്കുക എന്നുള്ളതിന് മറ്റൊരു വാക്കുകൂടി നമ്മൾ ചിന്തിച്ചു. മറ്റൊരു വാക്ക് ഇണങ്ങുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നാം തടവിലായി പോകും. അതിനെക്കുറിച്ചൊക്കെ വിശാലമായി നമ്മൾ ചിന്തിപ്പാനായിട്ട് ഇടയായി തീർന്നു. ഒടുക്കത്തെ കാശ് പോലും കൊടുത്തു തീരുവോളം എന്നാണ് അവിടെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. 25-ാം വാക്യത്തിൽ പ്രതിയോഗിയോടുകൂടെ, നിന്റെ പ്രതിയോഗിയോടുകൂടെ വഴിയിലുള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക. അല്ലാഞ്ഞാൽ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചിട്ട് നീ തടവിലായി പോകും. ഒടുവിലത്തെ കാശ് പോലും കൊടുത്തു തീരുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു. അപ്പോൾ നിരക്കുക അല്ലെങ്കിൽ ഇണങ്ങുക എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് അതിന്റെ പ്രാധാന്യം തിരുവചനത്തിലൂടെ നാം മനസ്സിലാക്കണം. നമ്മുടെ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും നാം പഠിക്കേണ്ടതും ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതുമായ വചനങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങളായി പഠിച്ചു വരുന്നത്. ഇന്ന് ഒടുവിലായി നമ്മൾ ചിന്തിച്ചതാണ് എന്തുകൊണ്ട് നമ്മൾ നിരപ്പ് പ്രാപിക്കുന്നില്ല, എന്തുകൊണ്ട് നമുക്ക് ഇണങ്ങാൻ കഴിയുന്നില്ല. അതിന്റെ കാരണം നമ്മൾ ചിന്തിച്ച് അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്: കയ്പിന്റെ വേര് നമ്മുടെ നീര് ഊറ്റി കുടിക്കുകയാണ്. അത് നമ്മൾ ചിന്തിച്ചത് ഇങ്ങനെയാണ്: എത്ര വലിയ പച്ചവൃക്ഷത്തെയും ഇത്തിക്കണ്ണി എന്ന് പറയുന്ന ആ ചെറുത് ഉണക്കിക്കളയുന്നത് പോലെ നമ്മുടെ ഉള്ളിലുള്ള കയ്പിന്റെ വേര്, നമ്മുടെ ഉള്ളിലുള്ള ഇത്തിക്കണ്ണി പോലത്തെ ആ ചെറിയ കാര്യം നമ്മുടെ വലിയ നന്മയെ ഉണക്കിക്കളയുകയാണ്. എന്നാൽ പലർക്കും അത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കയ്പിന്റെ വേര് കൊണ്ട് തകർന്ന
ശുശ്രൂഷകന്മാർ അനവധിയാണ്. ക്ഷമിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ, പൊറുക്കാൻ കഴിയാത്തതിന്റെ പേരിൽ തകർന്ന ഒത്തിരി ശുശ്രൂഷകന്മാരുണ്ട്. മാതാപിതാക്കളുടെ ജീവിതത്തിലെ കയ്പ് അത് കുഞ്ഞുങ്ങളുടെ ഭാവി തകർത്ത ഒത്തിരി ചരിത്രം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മാതാപിതാക്കളുടെ അകത്ത് കയ്പ് വളർന്നിട്ട് അവർ കയ്പായിരിക്കുന്നവരോടുള്ള ബന്ധത്തിൽ തങ്ങളുടെ തലമുറകളെയും കയ്പാക്കി മാറ്റി ആ നിലകളിൽ എത്രയോ തലമുറകളുടെ ഭാവി തകർന്നു പോയിട്ടുണ്ട്. എന്നാലും അവൾ അല്ലെങ്കിൽ അവൻ എന്നോട് ഇത് ചെയ്തല്ലോ എന്ന് പറഞ്ഞ് ക്ഷമിക്കുക, നിരക്കുക, ഇണങ്ങുക എന്നുള്ള പ്രായോഗിക ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കേണ്ടുന്ന കാര്യങ്ങളിലേക്ക് തിരിയാതെ നാം എന്ത് ചെയ്യുകയാണ്? നമ്മുടെ അകത്തുള്ള കയ്പ് നമ്മുടെ ജീവിതത്തെ തന്നെ ആകമാനം ഉണക്കിക്കളയുന്ന ഒരു സാഹചര്യത്തിലേക്ക്. ചിലരൊക്കെ നല്ല വചനം കേൾക്കുമ്പോൾ, നന്നായി ഒന്ന് ആരാധിച്ചു കഴിയുമ്പോൾ ചിലർക്കെല്ലാം ഒരു മാനസാന്തരം ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ആരോടാണ് ഇങ്ങനെയുള്ള കയ്പിന്റെ അസ്വസ്ഥതകൾ ഉള്ളത് അവരോട് ഒരു മനസ്താപം ഉണ്ടായിട്ട് ക്ഷമ പറയേണ്ടതിനും അല്ലെങ്കിൽ അവരോട് തെറ്റിപ്പോയി എന്ന് പറയേണ്ടതിനും ഒരു മനസ്സിലേക്ക് ആ ഒരു തലത്തിലേക്ക് വരാറുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ കുറച്ചു കാലം കഴിയുമ്പോൾ അത് വീണ്ടും നമ്മുടെ അകത്തൂന്ന് തികട്ടി വരുന്നത് പോലെ നമ്മുടെ അകത്തൂന്ന് വീണ്ടും അത് എന്ത് ചെയ്യാണ്? ആ കയ്പിന്റെ ആ രസം അങ്ങ് മാറുന്നില്ല. ആ കയ്പ് വീണ്ടും 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 നമ്മെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ തലമുറകളെ അല്ലെങ്കിൽ നമ്മുടെ പച്ചപ്പിനെ ഉണക്കിക്കളയുകയാണ്. ഓക്കെ, ഈ ദിവസങ്ങളായി എത്രമാത്രം നമ്മൾ മറ്റുള്ളവരോട് കയ്പായിരിക്കുന്നുവോ അത്രമാത്രം നമ്മുടെ ജീവിതത്തെ ഉണക്കിക്കളയാൻ കഴിയുന്ന ഏറ്റവും നമ്മെ നശിപ്പിച്ചു കളയാൻ കഴിയുന്ന, വേരോടെ ഉണക്കിക്കളയാൻ കഴിയുന്ന ഒന്നാണ് ഈ കയ്പെന്ന് നമ്മൾ മറന്നു പോകരുത്. ക്ഷമിക്കേണ്ടവരോട് ക്ഷമിക്കുവാനും പൊറുക്കേണ്ടവരോട് പൊറുക്കുവാനും നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ചതുപോലെ, നമ്മുടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചതുപോലെ, ആമേൻ, നമ്മളും ആ ജീവിത ശൈലിയിലേക്ക് നമ്മൾ വന്നില്ലെങ്കിൽ നാളുകളിൽ നമ്മുടെ ഗതി എന്താകും, നമ്മുടെ തലമുറകളുടെ ഗതി എന്താകും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നിങ്ങൾ ചിന്തിച്ചാട്ടെ, നമ്മുടെ ആത്മീയ സമൂഹത്തിലൊക്കെ ഒത്തിരി പേര് ഉണങ്ങിപ്പോയിട്ടുണ്ട്. ഉണങ്ങിപ്പോയവരുടെ ചരിത്രം എടുത്താൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. നിരപ്പിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ അവർ തയ്യാറായില്ല എന്നുള്ളതാണ്. നിരപ്പിന്റെ ശുശ്രൂഷയ്ക്ക് അവർ തയ്യാറായില്ലെന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ പച്ചപ്പിനെ ഉണക്കുന്ന മറ്റു ചില മേഖലകൾ കൂടി ഞാൻ നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. ഇതിനോട് ചേർത്ത് ഞാനത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, എന്റെ കുറവ് കാണാതെ മറ്റുള്ളവരുടെ കുറവ് കാണുന്ന കണ്ണ് നമുക്കുണ്ടെങ്കിൽ ആ കണ്ണ് നമ്മുടെ ജീവിതത്തിന്റെ പച്ചപ്പിനെ ഉണക്കിക്കളയും. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, നിങ്ങൾ കേട്ടാലും കേട്ടില്ലെങ്കിലും, നിങ്ങൾ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും പച്ചയായ ചില യാഥാർത്ഥ്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിപ്പാനിടയായി തീരട്ടെ. എന്റെ കുറവ് കാണാതെ മറ്റുള്ളവരുടെ കുറവ് കാണുന്ന ഒരു കണ്ണാണ് നമുക്കുള്ളതെങ്കിൽ അത് നമ്മുടെ പച്ചപ്പിനെ ഉണക്കും. കയ്പിന്റെ വേര് പോലെ തന്നെ വിഷാംശം അടങ്ങിയിട്ടുള്ള ഒരു ജീവിത ശൈലിയാണത്. എന്റെ കുറവ് കാണാതെ മറ്റുള്ളവരുടെ കുറവിനെ കാണുന്ന കണ്ണ്. ഞാനത് അധികം വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം ഇത് ലാസ്റ്റ് ദിവസത്തെ ക്ലാസ് ആയിട്ട് കുറച്ച് എടുക്കാനുണ്ട്. ഞാൻ പെട്ടെന്ന് മുൻപോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ മറ്റുള്ളവരുടെ കുറവ് കാണാതെ എന്റെ കുറവ് കാണാതെ മറ്റുള്ളവരുടെ കുറവ് കാണുന്ന കണ്ണ് നിനക്കുണ്ടെങ്കിൽ ആ കണ്ണുമായി ഇന്ന് ഈ വചനം കേൾക്കുന്ന വേളയിൽ ഒരു നിയമം ചെയ്യണം. കണ്ണുമായി ഒരു നിയമം ചെയ്യണം. രണ്ട്, നെഗറ്റീവ് പറയുന്നവരെ കേൾക്കാനുള്ള ചെവി നിനക്കുണ്ടെങ്കിൽ അതും നിന്റെ പച്ചപ്പിനെ ഉണക്കിക്കളയും. നെഗറ്റീവ് മാത്രം കേൾക്കുന്ന ചിലരൊക്കെ നമുക്കറിയാം. നെഗറ്റീവ് മാത്രം കേൾക്കാൻ ആഗ്രഹിക്കുന്ന, നെഗറ്റീവ് മാത്രം പറയാൻ ആഗ്രഹിക്കുന്ന, അങ്ങനെയുള്ള
രീതികളിൽ ജീവിക്കുന്ന ഒത്തിരി പേരെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. നെഗറ്റീവ് മാത്രം പറയുന്ന അത് കേൾക്കാനുള്ള ഒരു ചെവി, നെഗറ്റീവ് മാത്രം കേൾക്കാൻ ഒരു ചെവിയാ നമുക്കുള്ളതെങ്കിൽ ആ ചെവിയിലൂടെ നാം കേൾക്കുന്നത് തിരിച്ചറിയുവാൻ, അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുവാൻ നമ്മൾ വിവേചിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ നാം കേൾക്കുന്ന കാര്യം, ചെവിയിലൂടെ കേൾക്കുന്ന കാര്യം നമ്മുടെ പച്ചപ്പിനെ ഉണക്കിക്കളയുവാൻ ഇടയായി തീരും. അതുപോലെ മറ്റുള്ളവരെ വാക്കുകൊണ്ട് കൊല്ലുവാൻ ഉപയോഗിക്കുന്ന ഒരു നാവ് നമുക്കുണ്ടെങ്കിൽ, ഒന്നോടെ പറഞ്ഞാൽ വചനം പറയുന്നു, നാവ് മൂർച്ചയുള്ള വാളായി ഉപയോഗിച്ചാൽ, വാളായിരിക്കുന്ന നിന്റെ നാവിന്റെ പ്രവൃത്തി കൊണ്ട് നിന്റെ പച്ചപ്പ് ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. ഒന്നോടെ ഞാൻ പറയാം, എന്റെ കുറവ് കാണാതെ മറ്റുള്ളവരുടെ കുറവ് കാണുന്ന ഒരു കണ്ണ് നിനക്കുണ്ടെങ്കിൽ, നെഗറ്റീവ് പറയുന്നവരെ മാത്രം കേൾക്കാനുള്ള ചെവിയാണ് നിനക്കുള്ളതെങ്കിൽ, മറ്റുള്ളവരെ വാക്കുകൊണ്ട് കൊന്നുകളയുവാൻ ഉപയോഗിക്കുന്ന വാളായി നിന്റെ നാവിനെ നീ ഉപയോഗിക്കുന്നെങ്കിൽ, ഈ മൂന്നും എന്റെ എന്നല്ല, നമ്മുടെ എന്നല്ല, ഏതൊരു മനുഷ്യന്റെയും പച്ചപ്പിനെ നശിപ്പിച്ചു കളയും. നല്ല പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന വൃക്ഷമാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള ചെറിയ അംശം ഓരോ ദിവസം കഴിയും തോറും ഓരോ ഭാഗത്തെ ബാധിച്ച് ആ വലിയ വൃക്ഷത്തെ ഉണക്കി കളയുന്നത് പോലെ ഇങ്ങനെയുള്ള വിഷയങ്ങളെ ഈ വചനം കേൾക്കുന്ന മാത്രയിൽ നമ്മിൽ നിന്ന് എടുത്തു മാറ്റേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഒരു വ്യക്തിയുടെ കുറവ് പറയുമ്പോൾ നമ്മിലേക്കൊന്ന് നോക്കണം. നമ്മിലേക്ക് നോക്കുമ്പോൾ നാം പറയാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ കുറവ് കാണാൻ കഴിയാതെ വണ്ണം നമ്മുടെ കുറവിനെ കാണാൻ നമുക്ക് കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിലെ വിജയമാണ്. ഒരു കുടുംബത്തെ വിമർശിക്കുന്നതിന് മുമ്പ് നമ്മുടെ കുടുംബത്തെ നാം ഒന്ന് എടുത്തു നോക്കണം. മറ്റു മക്കളെ കുറ്റം പറയുന്ന നമ്മൾ നമ്മുടെ മക്കളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. മറ്റു സഭകളെ വിമർശിക്കുന്നവർ സ്വന്തം സഭയിലേക്ക് എന്ത് ചെയ്യണം? തിരിഞ്ഞു നോക്കണം. കണ്ടില്ല, ഇവിടെല്ലാം നമ്മിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു കണ്ണ് നമുക്കുണ്ടായിരിക്കണം. മറ്റുള്ളവരെ മാത്രം അങ്ങനെ കാണാനുള്ള കണ്ണും മറ്റുള്ളവരെ അങ്ങനെ കേൾക്കുവാനുള്ള ചെവിയും മറ്റുള്ളവരെ ആ നിലകളിൽ നാവ് കൊണ്ട് കൊന്നുകളയാനുള്ള സാഹചര്യവും അതാണ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളതെങ്കിൽ നമുക്ക് കയറി വരാൻ കഴിയില്ല. ഞാൻ ഈ വചനം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് നമ്മൾ കുറ്റക്കാരായി മാറുകയാണ്. മറ്റുള്ളവരുടെ ശൂന്യത പറഞ്ഞ് നമ്മുടെ ഉള്ള നിറവും കൂടി ശൂന്യമായി മാറുകയാണ്. മറ്റുള്ളവരുടെ കുറവ് കണ്ടുപിടിച്ച് നാം ഏറ്റവും വലിയ കുറ്റക്കാരായി മാറുകയാണ്. പൗലോസ് പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ഓർക്കുക, 1 തിമോഥെയോസ് 4:16 ഇങ്ങനെ ഒരു വാക്യമുണ്ട്. തിമോഥെയോസിനോട് പറയുകയാണ്, നീ നിന്നെ തന്നെ സൂക്ഷിക്കണം, നിന്റെ ഉപദേശത്തെയും സൂക്ഷിക്കണം. നീ നിന്നെ തന്നെയും നിന്റെ ഉപദേശത്തെയും സൂക്ഷിക്കണം. ലൂക്കോസ് 18:11 തന്റെ തെറ്റ് കാണാതെ ചുങ്കക്കാരന്റെ തെറ്റ് കണ്ട പരീശനെ നമുക്ക് നന്നായിട്ട് അറിയാം. കഴിഞ്ഞ ഏതോ ഒരു ക്ലാസ്സിൽ ഞാൻ അതിനെക്കുറിച്ച് വിവരിച്ചത് കൊണ്ട് ഞാൻ അധികം വിവരിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ നീതീകരിക്കപ്പെടുന്നില്ല. എന്തുകൊണ്ടാണ് താൻ നീതീകരിക്കപ്പെടാത്തതെന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് ദൈവം അവനെ നീതീകരിക്കുന്നില്ലെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരം, അവൻ തന്റെ തെറ്റ്, തന്റെ കുറവിനെ അവൻ കാണുന്നില്ല എന്നുള്ളതാണ്. അവൻ നീതീകരിക്കപ്പെടുന്നില്ല, അവൻ താഴ്ത്തപ്പെടുകയാണ്, അല്ലേ? അവൻ തന്നെ തന്നെ ഉയർത്തുകയാണ്. അവൻ വലിയ പരാജയത്തിലായി പോവുകയാണ്. കണ്ടില്ലേ? അവൻ കണ്ടത് തന്റെ നീതിയും മറ്റുള്ളവന്റെ കുറവുമാകയാൽ തന്നെ തന്നെ കാണാനുള്ള കണ്ണും തന്നെ തന്നെ ഒന്ന് കേൾക്കാനുള്ള ചെവിയും ഒക്കെ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമാണ്. യേശു കർത്താവ് അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. യേശു പറഞ്ഞു, ആദ്യം സ്വന്തം കണ്ണിൽ നിന്ന് എന്ത് ചെയ്യണം? കോലെടുത്ത് കളക. അപ്പോൾ മറ്റുള്ളവരുടെ കണ്ണിലെ കരട് എന്ത് ചെയ്യും? കാണും, അല്ലേ? തന്നെ തന്നെ കാണുന്നവൻ ഇങ്ങനെ പ്രാർത്ഥിക്കും. ഏത് പ്രാർത്ഥനയാണെന്നറിയാവോ? 51 സങ്കീർത്തനം ഒന്നെടുത്തേ നിങ്ങൾ. 51 സങ്കീർത്തനം തന്നെ തന്നെ കാണുന്നവൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. 51 സങ്കീർത്തനം നമുക്കെല്ലാവർക്കും സുപരിചിതമായ സങ്കീർത്തനമാണ്. അതിന്റെ
രണ്ടാം വാക്യം എന്താ പറയുന്നതെന്ന് അറിയാവോ? തന്നെ തന്നെ കാണുന്നവൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. ഇവിടെ ദാവീദ് പാപം ചെയ്ത അനന്തരം നാഥാൻ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്നപ്പോൾ തന്റെ തെറ്റ് ബോധ്യപ്പെട്ട സമയത്ത് താൻ എഴുതിയ ഒരു സങ്കീർത്തനമാണ്. 51:2 ഇങ്ങനെ പറയുന്നത്, എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണം, എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണം. നമ്മളെ തന്നെ കാണാനുള്ള കണ്ണ് നമുക്ക് വേണം, നമ്മിലേക്കൊന്ന് നോക്കാനുള്ളൊരു മനസ്സ് നമുക്ക് വേണം. നമ്മൾ മറ്റുള്ളവരെ കണ്ട് മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞ് മറ്റുള്ളവരെ കുറിച്ച് കേട്ട് നാം എന്ന വൃക്ഷം, നമ്മുടെ കുടുംബം എന്ന, അല്ലെങ്കിൽ നമ്മുടെ തലമുറകളൊക്കെ ഉണങ്ങിയിരിക്കുന്ന സാഹചര്യങ്ങളാണെങ്കിൽ ഈ വചനം നമ്മെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരട്ടെ. പ്രിയരെ, ദാവീദ് പ്രാർത്ഥിക്കുകയാണ് 2-ാം വാക്യത്തിൽ, എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ, എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. കണ്ടില്ലേ? അതിന്റെ 7-ാം വാക്യം ഇങ്ങനെ പറയുന്നത്, ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ കഴുകണമേ. അല്ലേ? ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. അതിന്റെ 10-11 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നത്. 10-ാം വാക്യം, ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നിൽ. കണ്ടില്ലേ? താൻ തന്നിലേക്ക് നോക്കിയത് കൊണ്ട് തനിക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞ പ്രാർത്ഥനയാണത്. നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിനെ എന്നിൽ പകരണമേ. എന്നിട്ട് താഴേക്ക് വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത്, അതെ, നിന്റെ പ്രസാദ പ്രകാരം സിയോനോട് നന്മ ചെയ്യണമേ, യെരുശലേമിന്റെ മതിലുകളെ പണിയണമേ. അപ്പോൾ ജീവിതത്തിൽ തകർന്നു കിടക്കുന്ന മതിലുകൾ, നമ്മുടെ ഭവനത്തിന്റെ അന്തരീക്ഷത്തിൽ തകർന്നു കിടക്കുന്ന മതിലിനെ കാണാതെ മറ്റുള്ളവരുടെ ജീവിതത്തിലെ തകർച്ചയെ കണ്ട് അവരുടെ തകർന്നു കിടക്കുന്ന മതിലിനെ കുറിച്ച് സംസാരിക്കാനല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നെ ഒന്ന് കാണാൻ, എന്റെ കുടുംബത്തെ ഒന്ന് കാണാൻ, എന്റെ തലമുറകളെ ഒന്ന് കാണാനുള്ള കണ്ണ് ഇന്ന് രാത്രിയിൽ നമുക്കുണ്ടാകട്ടെ. പ്രിയരെ, ഇവിടെ ഇതാ തന്നിലേക്ക് തന്നെ നോക്കിയപ്പോൾ കണ്ട ചില കാഴ്ചകൾ. അതെ, മത്തായി സുവിശേഷം 8:8 ഇങ്ങനെ പറയുന്നത്, ശതാധിപൻ തന്നെ തന്നെ നോക്കിയപ്പോൾ തനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട്. അവിടുത്തെ ചരിത്രമൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. യേശുവിനോട് പറയുകയാണ്, നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. കണ്ടില്ലേ? ശതാധിപൻ തന്നെ തന്നെ നോക്കിയിട്ട് പറയുകയാണ്, ഞാൻ നിന്റെ വീട്ടിൽ വരുമെന്ന് പറയുന്ന യേശുവിനോട് പറയുകയാണ്, യേശുവേ നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. കണ്ടില്ലേ? നമ്മളൊക്കെ ആണെങ്കിൽ എന്താ പറയുക? നമ്മളെ പോലെ യോഗ്യന്മാര് വേറെ ഇല്ലെന്നാ നമ്മൾ പറയുന്നത്. നമ്മുടെ സംസാരമൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയാ വരുന്നത്. പക്ഷേ ഈ ഒരു വിനയവും ഈ ഒരു താഴ്മയും നമ്മെ തന്നെ കാണാനുള്ള ഒരു കണ്ണും മനസ്സും നമുക്കുണ്ടെങ്കിൽ, പ്രിയരെ, നാം ദൈവത്തോട് അടുക്കേണ്ടുന്ന, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ട അനുഗ്രഹങ്ങൾ എത്രയോ വേഗത്തിൽ നമുക്ക് പ്രാപിച്ചെടുക്കാമായിരുന്നു. ശതാധിപൻ പറയുകയാണ്, നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം, സക്കായി യേശുവിൽ നിന്ന് മാറി നിൽക്കുകയാണ്. എന്താ കാര്യം? തന്റെ ജീവിതത്തിൽ താൻ ചെയ്ത തെറ്റിനെ കുറിച്ച് തനിക്ക് നന്നായി ബോധ്യമുള്ളത് കൊണ്ടാണ് സക്കായി മാറി നിൽക്കുന്നത്. എന്നാൽ യേശു സക്കായിയോട് പറയുകയാണ്, സക്കായിയെ നീ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. ഈ ചരിത്രമൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഉള്ളിൽ ഒന്ന് ആ വചനം മനസ്സിലാകാൻ വേണ്ടിയാണ് ഈ ഭാഗങ്ങളൊക്കെ ഞാൻ എടുത്ത് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. അതേ പ്രിയരെ, സക്കായി തന്നിലേക്ക് നോക്കിയിട്ട് പറയുകയാണ്, എന്താ പറയുന്നത്? ഞാൻ പാപിയാ. അവൻ മനസ്സിലാക്കുകയാണ് യേശു എന്റെ വീട്ടിൽ വരികയെന്ന്. അവൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. എന്നാൽ ആ സമയം തന്നെ വീട്ടിലെത്തിയില്ല, പോകുന്ന വഴിയിൽ അവന്റെ ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടായെന്ന പറയുന്നേ. ഞാൻ മറ്റുള്ളവരിൽ നിന്ന് കളിപ്പിച്ചു വാങ്ങിയിട്ടുള്ള എല്ലാം ഞാൻ തിരികെ കൊടുക്കുകയാണ്, ഞാൻ ഇരട്ടി തിരികെ കൊടുക്കുക. കണ്ടില്ല? ഈ മാനസാന്തരം എവിടെ നിന്നാ വന്നേന്നറിയാവോ? തന്നെ തന്നെ കാണാൻ ഒരു കണ്ണ് തനിക്കുള്ളത് കൊണ്ട് ആ ഒരു തലത്തിലേക്ക് സക്കായി മാറ്റപ്പെടുവാനിടയായി തീർന്നു. ഇന്ന് ജീവിതത്തിൽ സക്കായിയുടെ കുടുംബത്തെ നിങ്ങൾ എടുത്തു നോക്കൂ. ചുങ്കക്കാരനായ സക്കായി, തന്റെ ജീവിതത്തിൽ യാതൊരു സമാധാനമില്ല. ഒരുപക്ഷെ ഒത്തിരി പണം തനിക്കുണ്ടാകാം, ഒത്തിരി ഭവനത്തിന്റെ അന്തരീക്ഷമൊക്കെ ഭൗതിക മണ്ഡലത്തിൽ വിശാലമായിരിക്കാം. പക്ഷേ ജീവിതത്തിൽ സമാധാനം ഒരിറ്റു പോലും ഇല്ലാത്ത സക്കായിയുടെ ജീവിതത്തിൽ എപ്പോഴാണ് സമാധാനം വന്നതെന്ന് ചോദിച്ചാൽ തന്നെ തന്നെ കാണാനുള്ള കണ്ണ് തനിക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്.
അതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ ആമേൻ, മീൻപിടുത്തത്തിൽ അതേ അത്ഭുതപ്പെട്ടു പോയ ആ പത്രോസ് പറയുകയാണ്, ആമേൻ, തന്നിലേക്ക് തന്നെ നോക്കിയപ്പോൾ യേശുവിനോട് പറയുകയാണ്, ഞാൻ പാപിയായ മനുഷ്യനാ, എന്നെ വിട്ടു പോകണം. കണ്ടില്ലേ, ഇവിടെ നമ്മെ തന്നെ കാണാനുള്ള കണ്ണും നമ്മെ അറിയാൻ ഒരു മനസ്സും നമുക്കുണ്ടെങ്കിൽ ആമേൻ, അത് നമ്മുടെ ജീവിത വിജയമായി തീരും പ്രിയരെ. ഓക്കെ, ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം, 27-28 വാക്യം ഒരാൾ വായിക്കാമോ? ദയവായി വായിച്ചാലും. മത്തായി സുവിശേഷം 5-ാമത്തെ അധ്യായം അതിന്റെ 27-28 വാക്യം വേഗത്തിൽ ഒന്ന് വായിച്ചാലും. വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. എന്നാൽ വലം കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ ചൂന്നെടുത്ത് എറിഞ്ഞു കളക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങൾ ഒന്ന് നശിക്കുന്ന നിനക്ക് പ്രയോജനമത്രേ. സത്യം പറഞ്ഞാൽ ഈ വചനങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ വചനത്തെ നമ്മൾ കാണുന്നത്? ആരെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണോ ഇവിടെ കർത്താവ് പറഞ്ഞത്? ന്യായപ്രമാണത്തിൽ കാണുന്ന കൽപ്പനയേക്കാൾ ഒരു പടി കൂടി കടന്ന് ഹൃദയത്തിലെ ചിന്തകൾക്ക് പ്രാധാന്യം നൽകി യേശു കർത്താവ് സംസാരിക്കുകയാണ്, അല്ലേ? ന്യായപ്രമാണത്തിലെ കൽപ്പനകളെക്കാൾ ഒരു പടി കൂടി കടന്ന് യേശു കർത്താവ് ഹൃദയത്തിലെ ചിന്തകൾക്ക് പ്രാധാന്യം നൽകി സംസാരിക്കുകയാണ്. കാരണം യേശുവിന്റെ കാലത്തെ പരീശന്മാരും ശാസ്ത്രിമാരും അകമശുദ്ധമാണെങ്കിലും മനുഷ്യർ കാണേണ്ടതിന് ചില പ്രവർത്തികൾ ചെയ്ത് തങ്ങൾ നീതിമാന്മാരാണെന്ന് വരുത്തി തീർക്കുന്ന കാലം. ഇന്നും പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും എണ്ണം നമ്മുടെ കൂട്ടത്തിലും കുറവല്ല. എന്ന് പറഞ്ഞാൽ എത്ര തെറ്റ് ചെയ്താലും എത്ര പാപം ചെയ്താലും ദൈവത്തോട് എത്ര അകന്നാലും ദൈവത്തിന്റെ അടുത്ത ആളാണെന്ന് കാണിക്കേണ്ടതിന് ചില പ്രവർത്തികളാൽ മനുഷ്യർ കാണേണ്ടതിന് ചില പ്രവർത്തികൾ ചെയ്ത് തങ്ങൾ നീതിമാന്മാരാണെന്ന് കാണിക്കുന്ന അല്ലെങ്കിൽ വരുത്തി തീർക്കുന്ന ഒരു കാലമാണ്. ആ കാലഘട്ടത്തെക്കാൾ ഒന്നുകൂടി വഷളായി പോയ ഒരു കാലമാണിത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, പുറം വെടിപ്പാക്കി അകം അശുദ്ധി നിറയുന്നതിനേക്കാൾ നമ്മുടെ അകം വെടിപ്പാകണമെന്ന് നമ്മുടെ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. പരീശന്മാർ പുറമേയുള്ളതിന് പ്രാധാന്യം നൽകുമ്പോൾ യേശു കർത്താവ് അകമേയുള്ളതിന് പ്രാധാന്യം നൽകി സംസാരിക്കുകയാണ്, അല്ലെ? പുറമേയുള്ളതിന് പ്രാധാന്യം നൽകുന്ന പരീശന്മാർ, പുറമേയുള്ളതിന് പ്രാധാന്യം നൽകുന്ന ശാസ്ത്രിമാർ, അവരുടെ നടുവിൽ നിന്ന് യേശു കർത്താവ് ഉള്ളതിനേക്കാൾ അകമേയുള്ള ഹൃദയത്തിന്റെ അകത്തുനിന്ന് വരുന്നതിന് പ്രാധാന്യം നൽകി യേശു കർത്താവ് സംസാരിക്കുകയാണ്. നിങ്ങളൊരു കാര്യം ചിന്തിച്ചു നോക്കിയേ. ഒരു ദിവസം യേശു ശിഷ്യന്മാരും നടന്നു പോകുന്ന വഴിയിൽ അല്ലെങ്കിൽ വയലിലൂടെ നടന്നു പോകുമ്പോൾ ശിഷ്യന്മാര് കതിര് പറിച്ച് തിന്നു. ചരിത്രം നമുക്കറിയാം. കതിര് പറിച്ച് തിന്നപ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും എന്താ പറയുന്നത്? നിന്റെ ശിഷ്യന്മാർ, യോഹന്നാന്റെ ശിഷ്യന്മാർ എന്ത് ചെയ്യുന്നുണ്ട്? ഉപവസിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ല. കണ്ടില്ലേ? പുറമേയുള്ള ചില കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാണ്? കതിര് പറിച്ച് തിന്നു. അത് വലിയ പാപമാണ്, അല്ലെങ്കിൽ അത് വലിയ തെറ്റാണെന്ന് പറഞ്ഞ് യേശുവിന്റെ മുമ്പിൽ ശിഷ്യന്മാരെ അല്ലെങ്കിൽ അവർ ചെയ്ത ആ പ്രവൃത്തിയെ മുൻ നിർത്തിക്കൊണ്ട് അവരെ, അല്ലെങ്കിൽ അവർ പാപികളാണ്, അവർ തെറ്റ് ചെയ്തു എന്ന് പറയുന്ന ഒരു കൂട്ടത്തെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ അതിനെയൊക്കെ നോക്കിക്കൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, നിങ്ങൾ പുറമേ വൃത്തിയാക്കുന്നതിനേക്കാൾ. അതാണ് മത്തായി സുവിശേഷം 23-ാം അധ്യായം 23, 24 വാക്യങ്ങൾ ആരെങ്കിലും നോട്ട് ചെയ്യുന്നെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. അവിടെ ഇങ്ങനെ പറയുന്നത്, തുളസി, ചതുകുപ്പ, ജീരകം ഇവയിലെല്ലാം നിങ്ങൾ ദശാംശം കൊടുക്കുന്നുണ്ട്, എന്നാൽ ന്യായം, കരുണ, വിശ്വസ്തത ഇവ ത്യജിച്ച് കളയുന്നു. കണ്ടില്ലേ? ഇവിടെയാണ്
തുളസി, ചതുകുപ്പ, ജീരകം ഇവയിലെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ദശാംശം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഹൃദയത്തിന്റെ അകത്തുനിന്ന് വരേണ്ടുന്ന ന്യായം, കരുണ, വിശ്വസ്തത എന്നിവയെ ത്യജിച്ച് കളയുകയാണ്. മനസ്സിലായില്ലേ? പുറമേ ഉള്ളതിന് പ്രാധാന്യം കൊടുത്ത് അകമയുള്ളതിന് പ്രാധാന്യം കൊടുക്കാത്ത, ആമേൻ, അതേ, ശാസ്ത്രിമാർ, പരീശന്മാർ യേശു കർത്താവിന്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് യേശു കർത്താവ് പറയുകയാണ്, നിങ്ങൾ പുറമേ കാണുന്നത് വിശുദ്ധിയുള്ളതായി കാണുന്നുള്ളൂ, അതിനെയാണ് നീതീകരിക്കാൻ നിങ്ങൾ നോക്കിയ, പക്ഷേ ഹൃദയത്തിന്റെ അകത്തുനിന്ന് വരുന്നതിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? അതിന് യാതൊരു പ്രാധാന്യവും നിങ്ങൾ കൊടുക്കുന്നില്ല. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. തുളസി, ചതുകുപ്പ, ജീരകം അകം ചീഞ്ഞാലും ഇത് ചെയ്യാൻ പറ്റും. ഹൃദയം ശുദ്ധിയല്ലെങ്കിലും അശുദ്ധിയുള്ള മനുഷ്യർക്ക് ഇത് ചെയ്യാൻ കഴിയും. പക്ഷെ ന്യായം, കരുണ, വിശ്വസ്തത ഇത് ഹൃദയത്തിന്റെ അകത്തൂന്ന് വരേണ്ടതാ, അല്ലേ? അത് പുറമേ ഉള്ളതല്ല, നമ്മുടെ ഹൃദയത്തിന്റെ അകത്തൂന്ന് വരേണ്ടതാ. എന്ന് പറഞ്ഞാൽ മനുഷ്യർ കാണേണ്ടതിന് ചെയ്യുന്നവർ ഇന്നും അധികമുണ്ട്. പരീശന്മാരെ പോലെ, ശാസ്ത്രിമാരെ പോലെ മനുഷ്യർ കാണേണ്ടതിന്. അതുകൊണ്ടാണ് യേശു കർത്താവ് 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നത്, ഭിക്ഷ കൊടുക്കുമ്പോൾ 6:2 ഇങ്ങനെ വായിക്കുന്നത്, ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിപ്പാൻ പള്ളികളിലും വീതികളിലും കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ നിന്റെ മുമ്പിൽ കാഹളമൂതിക്കരുത്. പ്രാർത്ഥനയിൽ കപടഭക്തിക്കാരെ പോലെ പള്ളികളിലും തെരുവുകളിലും മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് നിങ്ങൾ പ്രാർത്ഥിക്കരുത്. ഞാനൊരു കാര്യം പറയാം. ഞാൻ ഈ കഴിഞ്ഞ ദിവസവും ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ ഇങ്ങനെ പറവാനിടയായി തീർന്നു. ഓരോ പ്രാർത്ഥനയ്ക്കും അതിൻ്റെതായ നിലയിലുള്ള പ്രാർത്ഥനയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, അല്ലെ? ആരാധനയ്ക്ക് പ്രാർത്ഥിക്കുന്ന ഒരു രീതിയുണ്ട്, ദൈവവചനാടിസ്ഥാനത്തിൽ ഒരു രീതിയുണ്ട്. ഉപവാസ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു രീതിയുണ്ട്. മരണ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ പ്രാർത്ഥിക്കാൻ മറ്റൊരു രീതിയാണ്. വിവാഹ വീട്ടിൽ അല്ലെങ്കിൽ വിവാഹ വേദിയിൽ പ്രാർത്ഥിക്കുന്നത് വേറൊരു രീതിയിലാണ്. ഹോസ്പിറ്റലുകളിൽ ചെന്ന് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മറ്റൊരു രീതിയിലാണ്. മനസ്സിലായോ? എല്ലാറ്റിനും അതിൻ്റെതായ ഒരച്ചടക്കമുണ്ട്. ദൈവവചനത്തിന്റെ അകത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒരച്ചടക്കമുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം? അതെ, പ്രാർത്ഥിച്ചു തുടങ്ങുന്ന നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നവരോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടായ്മ ചെയ്യുന്നവരോ ഉണ്ടെങ്കിൽ നിങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. എന്താ കാര്യം എന്നറിയാവോ? നമ്മൾ ഇങ്ങനെ പറയും, എല്ലാ സഭകളിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, ആരാധനയുടെ അനുഗ്രഹത്തിനായിട്ട് എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാം. നിങ്ങള് ഒരു വഴിക്ക് തുടങ്ങി പിടിച്ചാ കിട്ടാത്തതുപോലെ സകല റൂട്ടുകളിലൂടെയും പോയി എന്ത് ചെയ്യുമെന്നറിയാവോ? ആ ആരാധനയുടെ ആ അനുഭവത്തെ കെടുത്തിക്കളയുന്ന പ്രാർത്ഥനയായിട്ട് ചിലപ്പോഴൊക്കെ മാറാറുണ്ട്. എനിക്കൊക്കെ അങ്ങനെ ചില സന്ദർഭങ്ങളിൽ ഫീൽ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. മനസ്സിലായില്ലേ? അപ്പോ ആരാധനയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയാൻ നേരത്തെ വിദേശത്തുള്ള മക്കളെ ആ സമയത്ത് ഓർക്കണ്ട. മനസ്സിലായില്ലേ? അതിനൊക്കെ പ്രാർത്ഥിക്കാൻ വേറെ സമയമുണ്ട്. ആരാധനയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ, കർത്താവേ ഞങ്ങളെ ശുദ്ധീകരിക്കണം, ഞങ്ങളുടെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ പകരണമേ, ആരാധനയ്ക്കായി ഞങ്ങളെ ഒരുക്കണമേ. കണ്ടില്ലേ? ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അതിനായി ബലപ്പെടുത്തണേ. ആ സമയത്ത് നമ്മൾ ദേശത്ത് നടക്കുന്ന കൊലപാതകത്തെ കുറിച്ചും അല്ലെങ്കിൽ അവിടെ ഇവിടെ നടക്കുന്ന അപകടത്തെ ഇതെല്ലാം വലിച്ചു നീട്ടി ആ ആരാധനയുടെ അന്തരീക്ഷത്തെ കെടുത്തിക്കളെ. ഞാനൊരു കാര്യം പറയാം, ഞാൻ ഇങ്ങനെ പറയും, ഈ വീട്ടില് രഹസ്യമായി പ്രാർത്ഥിക്കാനായിട്ട് കഴിയാത്തവരാണ് ഈ സഭയെ വന്ന് പരസ്യമായിട്ട് 2 മണിക്കൂർ പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പറയാം, വീട്ടിൽ വെറുതെ നടന്നാൽ ഇവർ പ്രാർത്ഥിക്കുകയില്ല. എത്ര സമയം ഉണ്ടെങ്കിലും ഇവർ പ്രാർത്ഥിക്കുകയില്ല. ഇവർ ആലയത്തിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2 മണിക്കൂറേ ആകെ ആരാധനയുള്ളൂ. ഈ ആരാധനയിൽ 3/4 മണിക്കൂർ ഇവർ പ്രാർത്ഥിച്ച് അങ്ങ് തീർക്കും. മനസ്സിലായോ? രഹസ്യ പ്രാർത്ഥനയുള്ളവർ, അവർക്കൊരു പക്വതയുണ്ട്. പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്ന് അവർക്കറിയാം. സ്തോത്രം. ഇതാ പറഞ്ഞ, പരിജ്ഞാനം വേണം. പരിജ്ഞാനത്തോടെ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ ആ ഭാഗം, ഈ കപടഭക്തിക്കാർ പള്ളികളിലും തെരുവുകളിലും മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ആ വാക്ക് ഞാൻ ഉദ്ധരിച്ചത്. നിങ്ങൾ ചിന്തിക്കുക, നമ്മുടെ സഭകളിലും അതുപോലെ തന്നെ നമ്മുടെ കൂട്ടായ്മകളൊക്കെ അലങ്കോലമാകാനുള്ള കാരണം എന്താണ്? ഈ ആവർത്തന വിരസതയാ. എന്ന് പറഞ്ഞാൽ ഒരാള് ഒരു 10 മിനിറ്റ് പ്രാർത്ഥിച്ചു, അത് കഴിഞ്ഞ് മറ്റൊരാളും അതേ വിഷയം തന്നെ എന്ത് ചെയ്യുന്നത്? വെറും ജൽപ്പനങ്ങളായി മാറ്റപ്പെടുകയാണ്. ആമേൻ. പക്ഷേ
നമ്മൾ രഹസ്യ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അനുഭവമാണെങ്കിൽ, രഹസ്യ പ്രാർത്ഥനയിൽ നമ്മൾ സമയം ചെലവഴിക്കുന്നവരാണെങ്കിൽ, പരസ്യമായി പ്രാർത്ഥിക്കാനുള്ള ഒരു അഭിഷേകം, പ്രാർത്ഥനയ്ക്ക് ഒരു അഭിഷേകമുണ്ട് എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? പ്രാർത്ഥനയ്ക്ക് ഒരു അഭിഷേകമുണ്ട്. നിങ്ങൾ ചിന്തിക്കുക, ചിലരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടല്ലോ, ആ ദൈവ സാന്നിധ്യം ശക്തിയോടെ നമ്മിൽ ഇറങ്ങുന്നത് നമ്മൾ അനുഭവിക്കും. ഞാൻ എത്രയോ അനുഭവിച്ചിട്ടുണ്ട്. ചില അപ്പച്ചന്മാരും ചില അമ്മച്ചിമാരും ചിലരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവ സാന്നിധ്യം അങ്ങ് ഇറങ്ങും. അവിടെ ആകാത്ത വാക്കുകളൊന്നും പറഞ്ഞ് പ്രാർത്ഥിക്കില്ല. മനസ്സിലായില്ലേ? ഈ പ്രാർത്ഥനയും വചനധ്യാനവും തമ്മിലൊരു ബന്ധമുണ്ട്. അത് നിങ്ങൾക്കറിയാമോ? ഇത് പറഞ്ഞപ്പോ അതോടെ പറഞ്ഞില്ലെങ്കിൽ മോശമല്ലേ? പ്രാർത്ഥനയും വചനധ്യാനവും തമ്മിലൊരു ബന്ധമുണ്ട്. ഈ പ്രാർത്ഥിക്കുന്നവര് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ചിലരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ പ്രാർത്ഥിക്കുക, പക്ഷെ ഈ വാക്കുകളൊന്നും കിട്ടാതെ വരുമ്പോഴാണ് നമ്മൾ വചനം എടുത്ത് എന്ത് ചെയ്യണം? അതിനോട് ചേർത്ത് വെച്ച് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്നുള്ള വചനം അങ്ങയുടെ വചനത്തിൽ ഉണ്ടല്ലോ കർത്താവേ, അങ്ങയുടെ അടിപ്പിണരുകളാൽ സൗഖ്യം ഉണ്ടല്ലോ. ഈ വാക്യം പറഞ്ഞ് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. സുവിശേഷ പ്രവർത്തനത്തിന് പോകുമ്പോൾ, അല്ലെങ്കിൽ സുവിശേഷ പ്രവർത്തനത്തിന്റെ അനുഗ്രഹത്തിനായിട്ട്, ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കണം, ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരാമെന്ന് പറഞ്ഞ ദൈവമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. മനസ്സിലായോ? മക്കളുടെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, തലമുറകൾ അങ്ങ് തരുന്ന അവകാശമാണ്, അവരെ സംരക്ഷിക്കേണ്ടത്, ആമേൻ, അങ്ങയുടെ കൃപയാൽ അവരെ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. പക്ഷേ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കും. നമ്മൾ പ്രാർത്ഥിക്കുന്ന എത്ര പേര് അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടെന്നറിയില്ല. നമ്മൾ പലപ്പോഴും വിവാഹപ്രായമായ അടുത്തത് കിട്ടാത്തതുകൊണ്ട് കർത്താവേ എന്ന് നമ്മൾ അവിടെ എന്ത് ചെയ്യും? ചേർക്കും. അപ്പൊ നമ്മൾ കൂട്ടി വായിച്ചാൽ എന്തായി മാറും? വിവാഹപ്രായമായ കർത്താവ്. മനസ്സിലായില്ലേ? അവിടെ അത് ഒഴിവാക്കണമെങ്കിൽ പേഴ്സണൽ പ്രയർ റൂം നമുക്കുണ്ടായിരിക്കണം. അങ്ങനെ വരാതെ പരസ്യമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ, അത് പ്രാർത്ഥനയുടെ നിയോഗത്തോടെ പ്രാർത്ഥിക്കാൻ, ഞാൻ പ്രാർത്ഥിച്ച് ഇങ്ങനെ ആരംഭം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വാസത്തിലേക്ക് വന്ന സമയം നമ്മൾ പ്രാർത്ഥിച്ച് തുടങ്ങുന്ന ശൈലിയല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ളവരെ അല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ടും 20, 30, 40 വർഷമായവരെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായോ? അവരും പ്രാർത്ഥിക്കുന്ന വിവാഹപ്രായമായ കർത്താവേ, കടഭാരമുള്ള കർത്താവേ, അല്ലെ, ബലഹീനനായ കർത്താവേ, ഓരോ വ്യക്തികളെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവിടെ വാക്കുകൾ കിട്ടാതെ കർത്താവെ ചേർത്ത് കർത്താവിനെ അങ്ങനെ ആക്കുകയാണ്. കണ്ടില്ലേ? ഞാനത് പറഞ്ഞ എന്നാണെന്നറിയാവോ? അപ്പൊ നമ്മുടെ പേഴ്സണലായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരു മുറി നമുക്കുണ്ടെങ്കിൽ ഇവിടെയൊക്കെ പ്രാർത്ഥനയുടെ ഒരു അഭിഷേകം നമ്മിൽ വെളിപ്പെട്ടു വരും. ഞാൻ അത് വിശ്വസിക്കുന്നയാളാ. അതുകൊണ്ട് ഇന്നലെ വിശ്വാസത്തിലേക്ക് വന്നവർ, അവർ തപ്പിത്തടഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. അവർ പ്രാർത്ഥിച്ച് അവർ വളർന്നു വരട്ടെ. അവരെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. മറിച്ച് വർഷങ്ങളായി വിശ്വാസത്തിന്റെ എല്ലാ കാര്യങ്ങളും അവർക്ക് നന്നായിട്ട് അറിയാം, പക്ഷെ പ്രാർത്ഥിക്കാൻ അവർക്ക് അറിയില്ല. എന്താ കാര്യം എന്നറിയാവോ? രഹസ്യമായൊരു പ്രാർത്ഥനാ ജീവിതം അവർക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രാർത്ഥനയിൽ കപടഭക്തിക്കാരെ പോലെ എന്ത് ചെയ്യരുത്? പള്ളികളിലും തെരുവുകളിലും മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പ്രാർത്ഥിക്കരുത്. ഉപവസിക്കുമ്പോൾ വാടിയ മുഖം എന്ത് ചെയ്യരുത്? ഇന്ന് നമ്മുടെ ചില ആളുകളെ കണ്ടാൽ തന്നെ തോന്നും, നീ ഇന്ന് ഉപവാസത്തിലാണല്ലോ എന്ന് തോന്നുന്ന നിലയിലാണ് നമ്മുടെ മുഖഭാവം, അല്ലെ? ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ മുഖത്തിന് വാട്ടം തട്ടും, ശരീരത്തിന് ആകെ വല്ലാതെ, പിന്നെ ആരാധിക്കാൻ പറ്റില്ല, തല കറങ്ങുന്ന ഒരു വല്ലാത്ത പരുവം. എന്താ കാര്യം എന്നറിയാവോ? അത് എല്ലാറ്റിനും ഒരു നിയോഗമുണ്ട്. എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങ് ഉപവസിക്കുക. എല്ലാവരും ഉപവസിക്കുന്നതുകൊണ്ട് ഞാനും അങ്ങ് ഉപവസിക്കുന്നു. ഇന്നാൾ ആരോട് ചോദിച്ചു, എന്താ ഇന്ന് ഉപവാസം? അത് ചൊവ്വാഴ്ച എല്ലാ ആഴ്ച അങ്ങ് എടുക്കുന്നത്, അതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റാത്ത. അങ്ങനെ ഒരു ഉപവാസമൊന്നും ഇല്ല. ഞാൻ പറയുന്നത് ഉപവാസത്തിന്റെ പിന്നിൽ എന്തുണ്ടായിരിക്കണം? ഏതോ ഒരു സമയത്ത് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്, ഉപവാസം ചിലർക്കെങ്കിലും ഓർമ്മയുണ്ടെന്ന് കരുതുകയാണ്. പ്രാർത്ഥന എന്താണ്, എങ്ങനെ പ്രാർത്ഥിക്കണം, എന്താണ് ഉപവാസം, എങ്ങനെയാണ് ഉപവസിക്കേണ്ടത് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞതായിട്ട് എനിക്ക് ഓർക്കുന്നുണ്ട്. സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്താ പറയുക, എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നു, അല്ലെങ്കിൽ ഒരു നിയോഗമില്ലാതെ നമ്മൾ എന്ത് ചെയ്തു? ഒന്നും ചെയ്യരുത്. ആത്മനിയോഗത്തോടെ വേണം നാം എല്ലാം ചെയ്യാൻ. എല്ലാവരും ചെയ്യുന്നു, അതുകൊണ്ട് ഞാനും ചെയ്യുന്നു. ചൊവ്വാഴ്ച ഉപവാസം എടുക്കാൻ ഞാനങ്ങ് തീരുമാനിച്ചു, അത് തുടരുന്നു. ഇതല്ല. നമ്മുടെ ഉപവാസത്തിന്റെ പിന്നിൽ നമുക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. ഇവിടെ ഇങ്ങനെയാ പറയുന്നത്, വാടിയ മുഖം എന്ത് ചെയ്യരുത്? കാണിക്കരുത്. അത് ശാസ്ത്രിമാരും അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന്, അതാ നമ്മൾ പഠിച്ചു വരുന്നത് കേട്ടോ. ഓക്കെ.
അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം നമ്മെ നോക്കുന്നത് പുറമേ ഉള്ളതിനേക്കാൾ നമ്മുടെ ഹൃദയത്തെയാണ്. ആമേൻ. മനുഷ്യർ പുറമേ ഉള്ളത് എന്ത് ചെയ്യുന്നു? നോക്കുന്നു. ഇവിടെ 23-ാം അധ്യായം 24-ാം വാക്യം മത്തായി സുവിശേഷത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. അവർ കൊതുകിനെ അരിച്ചെടുക്കുന്ന ഒട്ടകത്തെ എന്ത് ചെയ്യുന്നു? വിഴുങ്ങിക്കളയുന്നു. അതിന്റെ അർത്ഥം എന്താ നമുക്കറിയാലോ. പരീശന്മാരെ സംബന്ധിച്ച്, ശാസ്ത്രിമാരെ സംബന്ധിച്ച് പ്രധാന കാര്യങ്ങളെ അവർ അവഗണിച്ചിട്ട് നിസ്സാര കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുക്കുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. കൊതുകിനെ അരിച്ചെടുക്കുക, ഒട്ടകത്തെ വിഴുങ്ങുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ്: പ്രധാനപ്പെട്ട കാര്യങ്ങളെ അവഗണിച്ചിട്ട് നിസ്സാര കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുത്ത് അതിനെ എന്ത് ചെയ്യുന്നു? പൊലിപ്പിച്ചു കാണിക്കുന്നു. തങ്ങൾ ചെയ്യുന്ന തെറ്റിനെ അവർ മറച്ചിട്ട് മറ്റുള്ളവർ ചെയ്യുന്ന നിസ്സാര കാര്യങ്ങളെ വലിയ തെറ്റാക്കി എന്ത് ചെയ്യുന്നു? അവർ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഒന്നോടെ പറഞ്ഞാൽ, അശുദ്ധമായ ഒരു ജീവി പോലും അറിയാതെ പോലും വിഴുങ്ങിപ്പോകാതിരിക്കാൻ കുടിവെള്ളം അരിച്ചെടുക്കുന്ന ഒരു പതിവ് യഹൂദന്മാർക്കുണ്ട്. എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൽ അവർക്ക് പ്രമാണമുണ്ട്, അല്ലേ? ലേവ്യ പുസ്തകമൊക്കെ നമ്മൾ വായിച്ചു വരുമ്പോൾ അവർ എന്ത് കഴിക്കണം എന്ന് ദൈവം അവർക്കൊരു പ്രമാണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അശുദ്ധമായതൊന്നും തങ്ങളുടെ അകത്ത് പോകരുതെന്ന് ചിന്തിച്ച് കുടിവെള്ളം പോലും അവർ വളരെ ശ്രദ്ധിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. 23-ാം അധ്യായം 25-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്: പുറം വെടിപ്പാക്കുന്നു, അകം കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു. കണ്ടില്ലേ? പുറം വെടിപ്പാക്കുന്നുണ്ടെങ്കിലും അകം കവർച്ചയും അതിക്രമവും എന്ത് ചെയ്യുന്നു? അതുകൊണ്ടാ 23-27 പറയുന്നത് വെള്ള തേച്ച ശവക്കല്ലറ, അല്ലേ? വെള്ള തേച്ചത് എന്ന് പറഞ്ഞാൽ പുറമേ ഭംഗിയാ, പക്ഷെ അകത്ത് മരിച്ചവരുടെ അസ്ഥികളാണ്, അശുദ്ധിയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ, ഇതൊന്നും ഞാൻ വിശദീകരിക്കേണ്ടതായിരുന്നു എങ്കിലും ഞാൻ വിശദീകരിക്കുന്നില്ല. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചതിന്റെ പിന്നിലുള്ള ഉദ്ദേശം ഇതേ ഉള്ളൂ: നമ്മൾ നിസ്സാര കാര്യങ്ങളെ വലുതാക്കുകയും പ്രമാണിക്കേണ്ടുന്ന കാതലായ കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യരുത്? മറച്ചു കളയരുത്. നമ്മൾ കർത്താവിന്റെ പ്രമാണം അതുപോലെ അനുസരിക്കാൻ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം എന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ ഭാഗവും കൂടി അങ്ങ് വിടുകയാണ്. പഴയ നിയമത്തിൽ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. പഴയ നിയമത്തിൽ ചെയ്യുന്നത് മാത്രമാണ് പാപമായി കണക്കിടുന്നത്. എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്യുമ്പോഴാണ് പാപമാകുന്നത്. എന്നാൽ പുതിയ നിയമം എന്താണ്? പുതിയ നിയമത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നതും പ്രവൃത്തിയായിട്ട് എന്ത് ചെയ്യാണ്? കണക്കിടുകയാണ്. അതല്ലേ നമ്മൾ വായിച്ചത്? നമ്മൾ വായിച്ച വാക്യം ഏതാണെന്നറിയാവോ? അതിന്റെ 28-ാം വാക്യം ഒന്ന് വായിക്കാമോ? ആരെങ്കിലും ഒരാള് 5-ാം അധ്യായം 28-ാം വാക്യം ഒന്ന് വായിച്ച്. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവർ എല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. ഞാൻ ചോദിക്കട്ടെ, പഴയ നിയമത്തിൽ സ്ത്രീയെ നോക്കുന്നതിന് വ്യഭിചാരം എന്ന് പറഞ്ഞിട്ടില്ല? ഉണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. വ്യഭിചാരം എന്ന പ്രവൃത്തി ചെയ്യുമ്പോഴാണ് വ്യഭിചാരമായി പഴയ നിയമത്തിൽ നമുക്ക് കാണുന്നത്. പക്ഷേ പുതിയ നിയമത്തിൽ യേശു കർത്താവ് ഒരു പടി കൂടി കടന്ന് യേശു കർത്താവ് സംസാരിക്കുകയാണ്. പുതിയ നിയമത്തിൽ ഇവിടെ ഇതാ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കിയാൽ അവൻ ഹൃദയം കൊണ്ട് എന്ത് ചെയ്തു? വ്യഭിചാരം ചെയ്തു പോയി. ഓക്കെ, നമുക്ക് അതിലേക്ക് വരാം. പഴയ നിയമത്തിൽ ഒരു പ്രവൃത്തി ചെയ്യണം ആകണമെങ്കിൽ. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നു: പാപം നിന്റെ വാതിക്കൽ കിടക്കുന്നു, അല്ലേ? അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീ അതിനെ എന്ത് ചെയ്യണം? കീഴടക്കണം. അപ്പൊ പാപം അവന്റെ വാതിക്കൽ കിടക്കുകയാണ്. സത്യം പറഞ്ഞാൽ ആ സമയത്ത് അവന്റെ അകത്തൊരു ചിന്ത ഇല്ലായിരുന്നോ തന്റെ സഹോദരനെ കൊല്ലാൻ? പക്ഷെ വചനം എന്താ പറയുന്നത്? പാപം നിന്റെ വാതിക്കൽ കിടക്കുന്നു. പക്ഷെ പുതിയ നിയമവുമായിട്ട് ചേർത്ത് വെച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരനെ കൊല്ലാനായിട്ട് എടുത്ത തീരുമാനം പോലും അത് കൊലപാതകമായിട്ട് എന്ത് ചെയ്യാണ് പറയുന്നത്? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുന്നു. അപ്പൊ പുതിയ നിയമവും പഴയ നിയമവും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ പറയുന്നത്. പുതിയ നിയമത്തിൽ നമുക്കൊരു വാക്യം വായിക്കാൻ കഴിയുന്നുണ്ട്: ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട്, ഇതാരോടാ പറയുന്നത്? നമ്മൾ ചിലരോടൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്, നമ്മള് ജാതികളെ കുറിച്ചാ പറയുന്നത്. ജാതികൾ എന്ന് പറഞ്ഞാൽ നമ്മള് സുവിശേഷമൊക്കെ പറയാൻ പോകുമ്പോൾ ചിലരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, വാതിക്കൽ നിന്ന് കർത്താവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? സ്തോത്രം. ജാതികളെ കുറിച്ചല്ല പറഞ്ഞത്, ലവോദിക്ക സഭയെ കുറിച്ചാ പറയുന്നത്. സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന സഭയോട്
ആമേൻ, പരിശുദ്ധാത്മാവ് പറയുകയാണ്, യേശു കർത്താവ് പറയുകയാണ്, ഞാൻ എന്ത് ചെയ്യാണ്? വാതിക്കൽ നിന്ന് മുട്ടുകയാണ്. കണ്ടില്ലേ, എത്ര നാളായി കർത്താവിനോട് ഒന്നിച്ചൊരു അത്താഴം കഴിച്ചിട്ട്. കണ്ടില്ലേ, നമ്മുടെ കർത്താവിന്റെ ഭാരവാത്. നമ്മെ സംബന്ധിച്ച് രക്ഷകനായ യേശുവിനെ സ്വീകരിച്ചു. കാലാന്തരത്തിൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പഠിപ്പിച്ചതുപോലെ കാലത്തിന്റെ കുത്തൊഴുക്കിൽ എന്തൊക്കെയോ പ്രതിസന്ധികളിൽ പെട്ടുപോയി, ജീവിതം പരാജയമായി, പിന്നെ മടങ്ങി വരാൻ സാധിച്ചിട്ടില്ല. ഇപ്പൊ കർത്താവ് എന്ത് ചെയ്യാന്നറിയാവോ? നമ്മുടെ ഹൃദയവാതിലിൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പൊ ഇത് ജാതികളോടല്ല പറയുന്നത്, ഇത് സഭയോടാണ് പറയുന്നത്. പഴയ നിയമത്തിൽ നമുക്കറിയാം, പഴയ നിയമത്തിൽ ഹൃദയത്തിൽ ഉള്ളത് ഓക്കെ, ഒരു കാര്യം ചിന്തിക്കണം. പഴയ നിയമത്തിൽ നമ്മുടെ ഹൃദയത്തിലുള്ളത് പാപമല്ലാതായി മാറുമ്പോൾ പുതിയ നിയമത്തിൽ ഹൃദയത്തിലുള്ളത് അത് പ്രവൃത്തിയായി കണക്കിട്ട് അത് പാപമായി മാറുകയാണ്. ഒന്നോടെ പറഞ്ഞാൽ, നാം ഹൃദയത്തിൽ ഉള്ളപ്പോൾ തന്നെ ക്രമീകരണം വരുത്തണം എന്നുള്ളതാണ് ദൈവോധന ആഗ്രഹിക്കുന്നത്. പഴയ നിയമത്തിൽ ഒരു ഭാഗം നിങ്ങൾ ചിന്തിച്ചേ. ശിംശോന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് താൻ ശുശ്രൂഷ ചെയ്തിരുന്നത്. പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് താൻ ശുശ്രൂഷ ചെയ്തിരുന്നത്. എന്നാൽ തന്റെ ജീവിതം പലപ്പോഴും വശീകരിക്കപ്പെട്ടു പോയ സന്ദർഭങ്ങളുണ്ടല്ലേ? തന്നെ കുറിച്ചുള്ള ദൈവീക പ്രമാണം തന്നെ ശവത്തിൽ തുടരുത്, അല്ലേ? താൻ വ്രതസ്ഥനാണ്, താൻ എല്ലാവരും പോകുന്നത് പോലെ, എല്ലാവരും ഭക്ഷിക്കുന്നത് പോലെ, എല്ലാവരും ജീവിക്കുന്നത് പോലെ ജീവിക്കാൻ ശിംശോന് അവകാശമില്ല. അവന് ചില പ്രമാണങ്ങളുണ്ട്, അല്ലെ? ആ ഭാഗമൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, താൻ തന്റെ മാതാപിതാക്കളോടൊപ്പം പോകുന്ന സമയത്ത്, അല്ലേ, അല്പം മാറി താൻ എന്ത് ചെയ്തു? സിംഹത്തിന്റെ ഉടലിൽ നിന്ന് തേനെടുത്ത് ഭക്ഷിച്ച കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം, അല്ലേ? അപ്പോൾ താൻ പ്രമാണത്തിൽ വീഴ്ച വരുത്തുകയാണ്. പ്രമാണത്തിൽ വീഴ്ച വരുത്തുകയാണ്. പക്ഷേ അവിടെയൊക്കെ അത് കഴിഞ്ഞിട്ടും കർത്താവ് തന്നെ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഇങ്ങനെ പറഞ്ഞു വരട്ടെ, പുതിയ നിയമത്തിൽ, പഴയ നിയമത്തിൽ ചെയ്യണം അത് പാപമാകണമെങ്കിൽ, പക്ഷേ പുതിയ നിയമത്തെ സംബന്ധിച്ച് ഞാൻ ചെയ്യാനിരിക്കുന്നതും ഹൃദയത്തിന്റെ അകത്ത് തന്നെ അത് പാപമായിട്ട് എന്ത് ചെയ്യാണ്? മാറുകയാണ്. അത് വചനം ഇങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്, അത് ഹൃദയത്തിന്റെ അകത്ത് വെച്ച് തന്നെ അതിനെ കൊന്നുകളയണം. അത് പ്രവൃത്തിയായി പുറത്തു വരുന്നതിന് മുൻപേ തന്നെ അതിനെ നാം കൊന്നുകളയുന്നവരായിരിക്കണം. സ്തോത്രം. അല്ലെങ്കിൽ അത് നമ്മെ വലച്ചു കളയുമെന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക, കുറെ ഉദാഹരണങ്ങൾ നമുക്ക് അതിനോടുള്ള ബന്ധത്തിൽ പറയാനുണ്ട്. എന്താ കാര്യം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ വരുന്ന ചില ചിന്തകൾ പാപമായി മാറുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചേ. നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്. അപ്പൊ എന്റെ ചെറുപ്പത്തില് ഞാൻ എൻ്റെ ഒരു കുടുംബക്കാരുടെ വീട്ടിൽ പോയത് ഞാൻ ഓർക്കുക. അപ്പം ഞങ്ങൾ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു ചാച്ചനുണ്ട്. അന്ന് ഞാൻ ചെറുതാണ്, എനിക്ക് തോന്നുന്നു ഒരു 10 വയസ്സ് പ്രായമുള്ള സമയം. അപ്പൊ ഇത് ഓർത്തപ്പോ ഞാൻ പറയാ കേട്ടോ. അപ്പൊ ഹൃദയത്തിനകത്തുള്ളത് പാപമാണ് എന്ന് പറഞ്ഞു വരുന്ന ഒരു ഭാഗത്ത് ഞാൻ പറയാം. അപ്പം ആ ചാച്ചൻ ഇങ്ങനെ പറവാനിടയായി. പൊതുവിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ, അന്ന് മുതിർന്നവരെല്ലായിരുന്നു, ഇന്നും അങ്ങനെ പാടില്ല, എങ്കിലും അന്നത്തെ അത്ര സ്ട്രിക്റ്റ് ഒന്നും ഇന്ന് ഇല്ല എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ അന്ന് മുതിർന്നവർ സംസാരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അന്നത്തെ സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം. ആരും എതിരെന്ത് ചെയ്യല, ഇനി തെറ്റാണ് പറയുന്നതെങ്കിലും ആരും എന്ത് ചെയ്യല, എതിര് പറയല. അങ്ങനെയുള്ളൊരു സമയത്ത് ഈ ചാച്ചന് പറഞ്ഞു, പിന്നെ ആ ഒരു നോമ്പ് കാലമായിരുന്നു. നമുക്കറിയാം, നാമധേയ ക്രൈസ്തവർ അവരുടെ നോമ്പ് കാലമായിരുന്നു. ആ നോമ്പ് കാലത്ത് ഈ ചാച്ചൻ ഇങ്ങനെ പറഞ്ഞു, ഇവിടെ ഒരു പട്ടിയുണ്ട്, ഒരു പട്ടി. അപ്പൊ അത് ഭയങ്കര ശല്യമാണ്. അപ്പൊ ഈ നോമ്പ് കഴിഞ്ഞിട്ട് വേണം അതിനെ എന്ത് ചെയ്യാൻ? കൊന്നുകളയാൻ. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ എൻ്റെ ആ കൊച്ചു മനസ്സിൽ, എനിക്ക് ഇന്നും അത് ഓർമ്മയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ ആ കൊച്ചു മനസ്സിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, അല്ല ചാച്ചാ, ഈ നോമ്പ് കഴിഞ്ഞിട്ട് ആ പട്ടിയെ കൊല്ലാൻ വേണ്ടിയല്ലേ ചാച്ചനിരിക്കുന്നേ? അപ്പം ഈ നോമ്പ് കാലത്ത് നോമ്പ് കഴിഞ്ഞിട്ട് അതിനെ കൊല്ലണമെന്ന് ചിന്തിക്കുന്ന ആ ചിന്ത തെറ്റല്ലേ എന്ന് ചോദിച്ചു. അന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും, നീ ആരോടാടാ സംസാരിക്കുന്നേ, ഇത് വലിയ ചാച്ചനല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്നെ ശാസിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതൊന്നും ഓർക്കുക. എന്താ കാര്യം എന്നറിയാവോ? നമ്മൾ ചില കാര്യങ്ങള് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം?
അപ്പോൾ അത് നമ്മുടെ അകത്ത് കിടക്കുകയാണ്. നമ്മുടെ അകത്ത് എന്ത് ചെയ്യാണ്? കിടക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരാൾ ഇങ്ങനെ പറയുന്നത് കേട്ടു, ഞാൻ ഉപവാസമായി പോയി, അല്ലേ ഞാൻ നിന്നെ കാണിച്ചു തരായിരുന്നു എന്ന്. വേറൊരാൾ പറയുന്ന കേട്ടു, ഇന്ന് കർത്തൃമേശ ഉള്ളത് കൊണ്ട് നീ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ എന്റെ വായിൽ നിന്ന് വല്ലതും അപ്പൊ ഇത് ഞാനൊരു കാര്യം, പഴയ നിയമം പുതിയ നിയമമുള്ള വ്യത്യാസം പഠിക്കാൻ നേരത്ത് ഈ പഴയ നിയമത്തിൽ ചെയ്താൽ അത് തെറ്റായി മാറുന്നു. പുതിയ നിയമത്തിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് തന്നെ, അതാ സ്ത്രീയെ എന്ത് ചെയ്യുന്നു? മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവന് ഹൃദയം കൊണ്ട് എന്ത് ചെയ്തു? വ്യഭിചാരം ചെയ്തു പോയി എന്ന് പറയും. നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് എന്ന് പറഞ്ഞാൽ ആരാധന കഴിഞ്ഞിട്ടാണെങ്കിലും, കർത്തൃമേശ കഴിഞ്ഞിട്ടാണെങ്കിലും, ഉപവാസം കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ ചെയ്യാനിരിക്കുന്ന പ്രവൃത്തി എന്റെ ഹൃദയത്തിൽ പാപമായിട്ട് കിടക്കുകയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പം നമ്മൾ അകത്ത് വെച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതുകൊണ്ട് ചിലരൊക്കെ പറയാറില്ലേ, എന്റെ പണ്ടത്തെ സ്വഭാവമൊക്കെ ആണെങ്കിൽ നീ എന്റെ മുമ്പിലൊന്നും എന്ത് ചെയ്യല, ഇങ്ങനെ ഇല്ല. നിങ്ങളൊന്നും അങ്ങനെ പറയാറില്ലെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ നാട്ടിലായിരിക്കും കൂടുതൽ ആളുകൾ അങ്ങനെ പറയുന്നത്. എന്റെ പണ്ടത്തെ പക്ഷെ അത് ഇപ്പോഴും എന്ത് ചെയ്തിട്ടാലും വിട്ടിട്ടില്ല. അത് ഹൃദയത്തിനകത്ത് എന്ത് ചെയ്യാണ്? ഇരിക്കുകയാണ്. ഇതാണ് ചില സമയത്തൊക്കെ എന്ത് ചെയ്യുന്നത്, ഇല്ല ഞാൻ അതങ്ങ് ക്ലോസ് ചെയ്യാണ്, ഇനി അധികം പറഞ്ഞ് ഞാൻ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ബുദ്ധിമുട്ടിക്കുന്നില്ല. ഓക്കെ. അപ്പോൾ പഴയ ഞാൻ ഒരു കാര്യം പറഞ്ഞ ആ ഭാഗം ക്ലോസ് ചെയ്യാം. പുതിയ നിയമത്തിൽ ഹൃദയത്തിലുള്ളത് പാപമാകാനുള്ള കാരണം എന്താണ്? എന്റെ പഠനത്തിൽ കർത്താവ് എന്നെ മനസ്സിലാക്കി തന്നത്, പഴയ നിയമത്തിൽ ദൈവം വസിക്കുന്നത് എവിടെയാണ്? ആരെങ്കിലും ഒരാള് അൺമ്യൂട്ട് ആക്കിയിട്ടൊന്ന് പറയാൻ പറ്റുമോ? 1-2 പേരൊന്ന് പറഞ്ഞ, പഴയ നിയമത്തിൽ ദൈവം വസിക്കുന്ന ഇടം എവിടാ? ഇല്ല, ഞാൻ കേൾക്കുന്നില്ല. നിങ്ങൾ ചുണ്ടനങ്ങുന്നുണ്ട്, ഞാൻ കേൾക്കുന്നില്ല. അൺമ്യൂട്ട് ആക്കിയിട്ട് പറയാൻ പറഞ്ഞു ഞാൻ. എവിടെയാ ദൈവം വസിക്കുന്നത്? ആലയത്തിൽ. ഓക്കെ. അപ്പം പഴയ നിയമത്തിൽ ദൈവം വസിക്കുന്നത് ദേവാലയത്തിലും പെട്ടകത്തിലും അതിപരിശുദ്ധ സ്ഥലത്തും അല്ലേ? അവിടെയാണ് ദൈവം എന്ത് ചെയ്യുന്നത്? ഇറങ്ങി വസിക്കുന്നത്. വിശുദ്ധനായ ദൈവം. ഒത്തിരി 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 കാര്യങ്ങൾ പഴയ നിയമത്തിൽ നമുക്ക് ദൈവം ഇറങ്ങി വസിക്കുന്ന ഇടത്തെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നു. അതിപരിശുദ്ധ സ്ഥലത്ത് ദൈവം എന്ത് ചെയ്യുന്നു? ഇറങ്ങുന്നു. പെട്ടകത്തിൽ ദൈവം എന്ത് ചെയ്യുന്നു? വസിക്കുന്നു. അതിന്റെ ചരിത്രങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് വസിക്കുന്നത് എവിടെയാണ്? അതോടെ ഒന്ന് പറഞ്ഞു. പുതിയ നിയമത്തിൽ ഹൃദയത്തിൽ അല്ലെ? ഓക്കെ. അപ്പോൾ എന്തുകൊണ്ടാണ് പുതിയ നിയമത്തിൽ ഈ കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം? നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ കർത്താവ് വസിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, കൊരിന്ത്യർ ലേഖനത്തിൽ, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പൊ ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ഞാൻ എന്ത് ചെയ്യും? നശിപ്പിക്കും. അപ്പൊ ദൈവം ഇറങ്ങി വസിക്കുന്നിടം അത് നമ്മുടെ ഹൃദയമാണ്. ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങുന്നത് നമ്മിലാണ്. നാം എന്ന ദേവാലയത്തിലാണ്, നാം എന്ന പെട്ടകത്തിലാണ്. ഇവിടെ ആലയത്തിന്റെ അകത്തോ ഒരു പെട്ടകത്തിനകത്തോ അല്ല ദൈവം ഇറങ്ങുന്നത്. അപ്പോൾ ദൈവം ഇറങ്ങുന്ന ഇടം വിശുദ്ധമായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പഴയ നിയമത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, പ്രമാണമില്ലാതെ ആരെങ്കിലും പെട്ടകത്തെ തൊട്ടാൽ അവൻ എന്ത് ചെയ്തു? ഉസ്സ ഛേദിക്കപ്പെട്ടു പോയി അല്ലേ? പക്ഷെ അത് പല ഭവനങ്ങൾക്കും അനുഗ്രഹമായി തീർന്നപ്പോൾ പല കുടുംബങ്ങൾക്കും അത് എന്തായിട്ട് മാറി? നാശമായി മാറി അല്ലേ? എന്താ കാര്യം എന്നറിയാവോ? അതുപോലെ നിങ്ങൾക്കറിയാവുന്ന മറ്റൊരു കാര്യമുണ്ട്. മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ അല്ലേ, കൂറിന്റെ ക്രമപ്രകാരം ചീട്ട് വീഴുന്ന, നമുക്ക് അതൊന്നും അല്ലല്ലോ നമ്മുടെ പഠന വിഷയം, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുക. മഹാപുരോഹിതനെ എന്ത് ചെയ്യുന്ന ഒരു ചങ്ങല കൊണ്ടല്ലേ, ഒരു ചങ്ങല എന്തിനാ ഇട്ടിരിക്കുന്നതെന്ന് അറിയാവോ? ഒരാൾക്കും അതിപരിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കാൻ പറ്റില്ല. അത്രയും പരിശുദ്ധമായ ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന ഇടത്ത് സാധാരണ ഒരു മനുഷ്യന് പ്രവേശിക്കാൻ പറ്റാത്തതുകൊണ്ട് അവനെ വലിച്ചെടുക്കാൻ വേണ്ടി ഒരു ചങ്ങലയോടെ എന്ത് ചെയ്തിട്ടുണ്ട്? സ്തോത്രം. ചങ്ങല കൊണ്ടാണ് താൻ എന്ത് ചെയ്യുന്നത്? ആ സമയത്ത് തന്നെ എങ്ങാനും അവിടെ നിന്ന് താൻ ഒരു പാപം ചെയ്തിട്ടോ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ദൈവകോപം ഇറങ്ങി നശിച്ചാൽ പോയി എടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ വലിച്ചെടുക്കാൻ വേണ്ടി സാഹചര്യം നമുക്കറിയാലോ. അപ്പോൾ അവിടെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ ദൈവം വസിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം എത്ര പരിശുദ്ധമായിരിക്കണം. അതുകൊണ്ടാണ് ആമേ പ്രവൃത്തി ചെയ്യുന്നതിന് മുൻപേ നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ വെച്ച് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പാപമായി തീരാനുള്ള കാരണം ഇതാണ്.
ദൈവം നമ്മുടെ അകത്ത് വസിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ പുതിയ നിയമത്തിൽ ദൈവം ഇറങ്ങുന്നത് പെട്ടകത്തിലല്ല, അതിപരിശുദ്ധ സ്ഥലത്തല്ല, നമ്മിൽ ദൈവം ഇറങ്ങാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തെ സ്ഥാപിക്കേണ്ട ഇടത്തൊരിക്കലും പാപത്തിന്റെ ചിന്ത വഹിക്കരുതെന്ന് സർവശക്തനായ ദൈവം ആഗ്രഹിക്കുകയാണ്. 5-ാം അധ്യായം 29-30 ഒന്ന് വേഗത്തിൽ വായിക്കാമോ ആരെങ്കിലും? അല്ലെങ്കിൽ ഞാൻ തന്നെ വായിക്കാം. 29-30. എന്നാൽ വലങ്കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ അതിനെ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്ന നിനക്ക് പ്രയോജനം. വലങ്കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ നിന്റെ ശരീരം മുഴുവൻ നരകത്തിൽ പോകുന്നതിനേക്കാൾ അവയിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനം അത്രേ. ഓക്കെ, ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. യേശു കർത്താവിന്റെ കഠിനമായ ഒരു പ്രസ്താവനയാണ് നമ്മളിപ്പോൾ കേട്ടത്. ക്രിസ്തീയ ജീവിതം വളരെ സഹിഷ്ണുതയോടെ ദൈവകൃപ പ്രാപിച്ച് നാം ചെയ്യേണ്ട ഒന്നാണെന്ന് തിരിച്ചറിയുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. എന്നാൽ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, യേശു ആഗ്രഹിക്കുന്ന ആ തലത്തിൽ നാം എത്താൻ എന്താണ് ചെയ്യേണ്ടത്? യേശു പറയുന്നത് ചെയ്യാൻ നാം തയ്യാറാകുമ്പോഴാണ് യേശു ആഗ്രഹിക്കുന്നിടത്ത് നാം എത്തിച്ചേരുന്നത്. നിങ്ങളൊരു കാര്യം ചിന്തിക്കുക. യേശു പറയുന്നത് നിങ്ങളൊന്ന് നോക്കിയേ. കണ്ണ് ഇടർച്ച വരുത്തിയാൽ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളക. അങ്ങനെയാണെങ്കിൽ നമുക്കുള്ള 2 കണ്ണ് 7 പണ്ടേ ചൂഴ്ന്നെടുത്ത് കളയേണ്ട സമയം കഴിഞ്ഞില്ലേ? സത്യമാണോ? എന്നെ കേൾക്കുന്നവർ നിങ്ങൾ പറയണം, യേശു പറഞ്ഞതനുസരിച്ചാണെങ്കിൽ സത്യം പറഞ്ഞാൽ നമുക്ക് കണ്ണില്ലാതെ ജീവിക്കേണ്ട കാലം കഴിഞ്ഞു എത്രയോ നാളുകൾക്ക് മുമ്പേ. വലങ്കൈ ഇടർച്ച വരുത്തിയാൽ വെട്ടി എറിഞ്ഞു കളക. ഇങ്ങനെ എറിയാനാണെങ്കിൽ നമുക്ക് കൈയൊന്നും ഉണ്ടാകുകയില്ല. ശരീരം മുഴുവൻ നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നതാണെന്നാണ് ഇവിടെ നമ്മൾ വായിച്ചത്. എന്തൊരു കൽപ്പന ഏതല്ല! ഈ കൽപ്പനയുടെ, ഈ വിഷയത്തിന്റെ ഗൗരവം, ഈ കൽപ്പനയുടെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. അതിലേക്ക് ഞാൻ വരാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 60-ാം വാക്യത്തിൽ ജനമല്ല ശിഷ്യന്മാര് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ 12 ശിഷ്യന്മാരല്ല, യേശുവിന് വേറെയും ചില ശിഷ്യന്മാരുണ്ടായിരുന്നു. യേശുവിനോട് കൂടി വന്ന ശിഷ്യന്മാർ പറയുകയാണ്, വചനം കാര്യമായി പഠിച്ചവരാണ്, മനസ്സിലാക്കിയവരാണ്. അവർ പറയുകയാണ് ഇത് കഠിനവാക്ക്. ഏതാ? യേശു കർത്താവ് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പറയുകയാണ് 6:66 ഇങ്ങനെ, അന്ന് മുതൽ അവന്റെ ശിഷ്യന്മാർ അവനെ വിട്ട് എന്ത് ചെയ്തു? പോയി. വചനം കറയില്ലാതെ പറഞ്ഞാൽ പലർക്കും എന്തില്ല? അത് ഇഷ്ടപ്പെടില്ല. ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത്, കർത്താവ് ഉദ്ദേശിക്കുന്നത് കണ്ണ് ചൂഴ്ന്നെടുത്ത് കളയണമെന്നല്ല, കൈ വെട്ടി എറിഞ്ഞ് കളയണമെന്നല്ല. അതൊന്നും നടക്കുന്ന കാര്യമല്ല. പക്ഷേ നമ്മൾ കണ്ണും കളയണ്ട, കയ്യും കളയണ്ട. നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? പാപം ചെയ്യുവാനുള്ള കണ്ണിന്റെ ആഗ്രഹത്തെ നാം ചൂഴ്ന്നെടുത്ത് കളയണം. ആഗ്രഹത്തെ ചൂഴ്ന്നെടുത്ത് കളയണം. മനസ്സിലായോ? നാം ഇതുപോലെ ചെയ്യാൻ നിന്നാൽ നമുക്ക് ഒത്തിരി കൈകൾ വേണ്ടി വരും, ഒത്തിരി കണ്ണുകൾ വേണ്ടി വരും. പക്ഷേ മനസ്സിലാക്കണം പ്രിയരെ, ഇതിന്റെ ഗൗരവം എത്ര ആഴമായി ചിന്തിച്ചാൽ നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ എത്തപ്പെടണമെങ്കിൽ എത്രത്തോളം നമ്മൾ സഹിഷ്ണുതയുള്ളവരായിരിക്കണം. ദൈവകൃപ പ്രാപിച്ച് നമ്മൾ നയിക്കപ്പെടേണ്ടതാണ് ക്രിസ്തീയ ജീവിതം എന്ന് ഒന്നോടെ തെളിയിച്ചു തരികയാണ് ഇവിടെ യേശു കർത്താവ് പറഞ്ഞത് കൈ വെട്ടി എറിഞ്ഞു കളയാനോ കണ്ണ് ചൂഴ്ന്ന് കളയാനോ അല്ല. ആ കൽപ്പനയുടെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി യേശു കർത്താവ് പറഞ്ഞ നമ്മുടെ ആഗ്രഹങ്ങളെയാണ് നമ്മൾ ചൂഴ്ന്നെടുത്ത് കളയേണ്ടത്. നമ്മുടെ ഹൃദയത്തിൽ മുട്ടിട്ട ആ ചിന്തയെയാണ്, നെഗറ്റീവ് ചിന്തയെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എടുത്ത് കളയേണ്ടത്. അതിനെയാണ് നാം ചൂഴ്ന്ന് കളയേണ്ടത്, അതിനെയാണ് നാം വെട്ടി എറിഞ്ഞ് കളയേണ്ടത്. മത്തായി സുവിശേഷം 7-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇടുക്കുവാതിലൂടെ എന്ത് ചെയ്യണം? അകത്ത് കടക്കണം. 7:14 പറയുന്നത് കണ്ടെത്തുന്നവർ ചുരുക്കമാണ്. അപ്പോൾ നമ്മുടെ ഒരു സംശയമുണ്ട്, ഇപ്പൊ ആള് കൂടുന്നതോ എന്ന്. ഇങ്ങനെയാണെങ്കിൽ ഇടുക്കുവാതിലൂടെ കടക്കുന്നവർ അവര് ചുരുക്കമാണ്. എന്നാൽ ഇപ്പോൾ ആളുകൾ ഒത്തിരി ഉള്ളതോ എന്ന് ചോദിച്ചാൽ ഇതെല്ലാം പതിരും നല്ലതും വേർതിരിക്കുന്ന ഒരു ദിവസം ഉണ്ട് എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. വിളിക്കപ്പെട്ടവർ അനേകരുണ്ട്. സഭയ്ക്കകത്ത് വരുന്ന 100 പേരും വിളിക്കപ്പെട്ടവരാ. പക്ഷെ അതിൽ എത്ര പേര് തിരഞ്ഞെടുക്കപ്പെട്ടവരുണ്ടെന്ന് ചോദിച്ചാൽ ഈ ദൈവവചനവുമായി ചേർത്ത് പറഞ്ഞെങ്കിലേ സ്തോത്രം അതിനൊരു ഒരു നല്ല എന്താ പറയുക, ഒരു ഉത്തരം കണ്ടെത്തുവാൻ കഴിയത്തുള്ളൂ. യേശു പറയുന്നതാണോ കുഴപ്പം? യേശു സത്യം പറഞ്ഞാൽ ഇങ്ങനെയാണ് ചിലര് പറയുന്നത്, യേശു പറയുന്നതാ കുഴപ്പം, നമ്മൾ ചെയ്യുന്നതല്ല കുഴപ്പം, യേശു കർത്താവ് പറയുന്നതാ കുഴപ്പം. യേശു കർത്താവ് എന്താ പറയുന്നത്? ശത്രുക്കളെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം.
ആമേ. ചിലരിങ്ങനെ പറയുന്നുണ്ട്, സഹോദരനെ സ്നേഹിക്കാൻ പറ്റില്ല പാസ്റ്ററെ, പിന്നെ എങ്ങനാ ഈ ശത്രുക്കളെ സ്നേഹിക്കുന്നത്? യേശു കർത്താവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പറ്റുന്ന കാര്യം വല്ലതും ആണോ? അവരെ നോക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഇത്? ഇതാ പറഞ്ഞേ, നമ്മൾ ചെയ്യുന്നതും യേശു കർത്താവ് പറഞ്ഞതും തമ്മിലുള്ള അന്തരമാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. മനസ്സിലായില്ലേ? ഇപ്പൊ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 18:33 മത്തായിയിൽ പറയുന്നത് ഹൃദയപൂർവ്വം ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഞാൻ നേരത്തെ പറഞ്ഞത്, കയ്പിന്റെ വേര് ഒരുവനിൽ നിന്ന് വന്നു, ഒരു കുടുംബത്തിൽ നിന്ന് വന്നു. അത് പറിച്ചെടുത്ത് കളഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ എന്ത് ചെയ്യാണ്? അതിങ്ങനെ ചിന്തിച്ച് 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 വീണ്ടും നമ്മെ പാപത്തിലേക്ക് കൊണ്ടുപോകുന്ന സ്ഥിതി. സ്തോത്രം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ആമേൻ, ഹൃദയപൂർവ്വം നമ്മൾ ക്ഷമിക്കണം. യേശു കർത്താവ് പറഞ്ഞത് അതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷം 23-34 വാക്യത്തിൽ യേശു കർത്താവ് പിതാവിനോട് പ്രാർത്ഥിച്ചു. ആമേൻ. എന്താ പ്രാർത്ഥിച്ചത്? തുപ്പിയവരുണ്ട്, രോമം പിഴുതവരുണ്ട്, മുഷ്ടി ചുരുട്ടി തന്നെ അടിച്ചവരുണ്ട്, കണ്ണികെട്ടി തല്ലിയവരുണ്ട് എന്ന് ഇവർ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും യേശു കർത്താവിന്റെ പ്രാർത്ഥന നിങ്ങൾ നോക്കൂ. ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. അപ്പോസ്തലപ്രവൃത്തി 7:60 നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നത്, കല്ലെറിഞ്ഞവരെ ഓർത്ത് സ്തെഫാനോസ് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പഴയ നിയമത്തിൽ തകർത്ത് കളയണമേ. നമ്മുടെ ചില പ്രാർത്ഥനയിലൊക്കെ പഴയ നിയമം കയറി വരിക എന്താ? അവരെ ഇല്ലാതാക്കണമേ, അവരെ വെട്ടിക്കളയണമേ, അവരെ തകർത്ത് കളയണമേ. അപ്പോ ഇതൊക്കെ പഴയ നിയമത്തിന്റെ വ്യവസ്ഥയാ. നമുക്ക് ആമേൻ സ്തോത്രം. ഇവിടെ ആ പഴയ നിയമത്തിൽ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദാവീദ് സങ്കീർത്തനങ്ങളിലൊക്കെ ചില ഭാഗങ്ങളൊക്കെ നമുക്ക് വായിക്കുമ്പോൾ വല്ലാതെ നമുക്ക് സങ്കടം തോന്നും, അല്ലെ? ചില കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. പക്ഷേ ആ നിലയിൽ എന്ത് ചെയ്യരുത്? ജനത്തെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കരുത്. ഈ പുതിയ നിയമത്തിന്റെ രീതിയിൽ വരുമ്പോൾ യേശു കർത്താവ് നമ്മെ പഠിപ്പിച്ചതും അപ്പോസ്തലന്മാര് ചെയ്തതും വചനത്തിനകത്തുള്ളതുമായ കാര്യങ്ങൾ, പഴയ നിയമത്തിൽ അവനെ തകർത്ത് കളയണേ, അവൻ ഇല്ലാതാക്കണേ, അവന്റെ അടിസ്ഥാനം നശിപ്പിക്കണേ എന്ന് പറയും. പക്ഷെ നമ്മൾ പുതിയ നിയമ വിശ്വാസികള് ആ പുതിയ നിയമത്തിൽ നിന്നിട്ട് പഴയ നിയമം ആചരിക്കുന്നവരായിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്? മാറരുത്. നമ്മുടെ ജീവിത രീതികൾക്ക് മാറ്റം ഉണ്ടാകണം. ഇവിടെ ഇങ്ങനെയാ പറയുന്നത്. അതാ പറഞ്ഞ ഈ കൃപ എന്ന് പറഞ്ഞ വാക്ക് വെറുതെ അല്ല. ദൈവകൃപ, ദൈവകൃപ. കൃപയിൽ ദൈവകൃപ പ്രാപിച്ചവർക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കണം. പുതിയ നിയമത്തിൽ യേശു കർത്താവ് പ്രാർത്ഥിച്ചു, സ്തെഫാനോസ് പ്രാർത്ഥിച്ചു, അതുപോലെ തന്നെ അപ്പോസ്തലന്മാര് പലയിടങ്ങളിൽ പ്രാർത്ഥിക്കുന്നു, കർത്താവേ ഇവരുടെ പാപം നിർത്തല്ലേ, ഇവരിൽ നിർത്തല്ലേ. എങ്ങനെയെങ്കിലും ഞാനിനി ഈ സ്തെഫാനോസ് ഒക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അർത്ഥം ഇവരുടെ പാപം എന്ത് ചെയ്യരുത്? നിർത്തരുത്. ഇനി ഞാൻ മരിച്ചാലും ഇവർ രക്ഷപ്പെടാൻ ഇടയായി തീരണേ. കണ്ടില്ലേ? അതാണ് ദൈവകൃപ എന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ആരെങ്കിലും രൂക്ഷമായി നോക്കിയാൽ പോലും നമ്മുടെ സ്വഭാവം മാറും. ആരെങ്കിലും രൂക്ഷമായി നോക്കിയാൽ പോലും നമ്മുടെ പ്രകൃതി മാറും, നമ്മുടെ സംസാരം മാറും, നമ്മുടെ രൂപം മാറും, നമ്മുടെ പ്രവൃത്തി ആ നിലകളിലായി മാറും. പക്ഷേ കൃപ പ്രാപിച്ച തന്റെ ജനം ആമീൻ എത്ര ഉപദ്രവിക്കപ്പെട്ടിട്ടും കർത്താവേ, കല്ലെറിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു സ്തെഫാനോസ്. ആ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? കർത്താവേ, എന്നെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, എന്നെ പരിഹസിക്കുന്നവർക്ക് ഒരു ചായ മേടിച്ചു. ഞാൻ നാളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നത്. നമുക്ക് എതിരുള്ളവർക്ക് വേണ്ടി, നമുക്ക് നമ്മെ ക്രൂശിക്കുന്നവർക്ക് വേണ്ടി, നമ്മെ കല്ലെറിയാൻ വേണ്ടി കല്ലുമായി നിൽക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല, പ്രവൃത്തിയിലൂടെ നമ്മുടെ സ്നേഹം പങ്കിടേണ്ടതിന് അങ്ങനെ ഒരു മനസ്സിന് ഉടമയാക്കി തീർക്കണം. ഞാനും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, നിങ്ങളും പ്രാർത്ഥിക്കുക. പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കില്ല. കാരണം കർത്താവിന്റെ വരവാസന്നമായി. ആമേൻ. കർത്താവിന്റെ വരവാസന്നമായി കാലത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രാർത്ഥനാ മുറി ഒന്നോടെ വിശാലമാകണം. നമ്മുടെ പ്രാർത്ഥനയിൽ ആമേൻ, ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞതുപോലെ ഇങ്ങനെ പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാനുള്ള യോഗ്യതയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? മടങ്ങി വരേണ്ടതായിട്ടുണ്ട്. ഈ വചനത്തിന്റെ ഒടുവിലത്തെ ഭാഗത്തിൽ ഒരു 10-12 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. കർത്താവ് പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതായിട്ടുണ്ട്. തന്റെ ഗിരിപ്രഭാഷണത്തിലും അല്ലാതെയും യേശു കർത്താവ് പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം?
നമ്മൾ അത് പ്രാവർത്തിക പദത്തിൽ എത്തിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി ശ്രമിക്കണം. നമ്മൾ മത്തായി സുവിശേഷം 6:34 ഇങ്ങനെ പറയുന്നത്, നാളേക്കായിട്ട് എന്ത് ചെയ്യരുത്, വിചാരപ്പെടരുത്. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. മത്തായി സുവിശേഷം 12:36-37 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, ഏത് നിസ്സാര വാക്കിനും എന്തുണ്ട്, ന്യായവിധി ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം. മത്തായി 19:20-21 പറയുന്നു, ആമേൻ, നിങ്ങൾക്കുള്ളത് എല്ലാം എന്നല്ല, നിങ്ങൾക്കുള്ളത് വിറ്റ് നിങ്ങളുടെ ആവശ്യത്തിൽ അധികം ഉള്ളതല്ല എന്ത് ചെയ്യണം, ദരിദ്രന്മാർക്ക് കൊടുക്കണം. നമുക്കൊട്ടും അംഗീകരിക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അത് ആമേൻ കർത്താവിന്റെ കുഴപ്പമല്ല, നമ്മൾ ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ കുഴപ്പമാണ് നമ്മൾ അങ്ങ് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ എന്താ വേണ്ടെന്നറിയാവോ? മത്തായി സുവിശേഷം 11:29. ഞാൻ ഈ ഗിരിപ്രഭാഷണത്തിന്റെ ഒടുവിലെ ഭാഗം ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങളുടെ കണ്ണ് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ അതിനെ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളക. നിങ്ങളുടെ കൈയാണ് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ അതിനെ വെട്ടി ദൂരെ എറിഞ്ഞു കളക. ഇത് കർത്താവ് പറഞ്ഞത് കൈ വെട്ടിക്കളയാനോ കണ്ണ് ചൂഴ്ന്നെടുക്കാനോ അല്ല, നമ്മുടെ ആഗ്രഹങ്ങളെ അത്രത്തോളം ഗൗരവമാണ് ദൈവത്തിന്റെ കൽപ്പന എന്ന് യേശു കർത്താവ് തന്റെ മക്കളെ അറിയിക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പ്രാർത്ഥിക്കരുത്, മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് ഉപവസിക്കരുത്, നിങ്ങൾ ഭിക്ഷ കൊടുക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് വിളങ്ങേണ്ടത് നിങ്ങൾ ഇതൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ആഗ്രഹം ഉണ്ടല്ലേ? ഞാൻ പറയട്ടെ, ഈ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമില്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ഈ സോഷ്യൽ മീഡിയയിലൂടെ എന്നെ കേൾക്കുന്ന ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന എല്ലാ ജനവും കർത്താവേ അങ്ങ് പറഞ്ഞതുപോലെ ചെയ്യാനുള്ള നല്ല ആ അനുഭവത്തിലേക്ക് എന്നെ ഒന്ന് കൊണ്ടുവരണമേ എന്നുള്ളത്. പക്ഷേ നമുക്ക് വരാൻ പറ്റുന്നില്ല എന്നുള്ളത്. പക്ഷെ അങ്ങനെ വരണമെങ്കിൽ, ആ തലത്തിലേക്ക് നമ്മൾ എത്തപ്പെടണമെങ്കിൽ ഒരു വാക്യമുണ്ട്. മത്തായി സുവിശേഷം 11:29 വാക്യത്തിൽ യേശു കർത്താവ് പറയുകയാണ്, ആമേൻ, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്റെ നുകം ഏറ്റ് എന്നോട് പഠിപ്പിൻ. നമ്മൾ ആ വാക്യം വളരെ മസ്റ്റാണ്. ഗിരിപ്രഭാഷണം പറഞ്ഞു പോകാൻ എളുപ്പമാണ്, പ്രസംഗിക്കാൻ എളുപ്പമാണ്, അവതരിപ്പിക്കാൻ എളുപ്പമാണ്, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് പ്രാവർത്തികമാക്കാൻ ദൈവവചനത്തിൽ വചനം പറയുന്നു, യേശു കർത്താവ് പറയുന്നു, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിക്കണം. സ്തോത്രം. അപ്പോ ഇങ്ങനെ ആകാൻ കഴിയേണ്ടതിന് മറ്റ് 1-2 മാർഗങ്ങൾ കൂടി ദൈവവചനം പറയുന്നുണ്ട്. എന്താ മാർഗം എന്നറിയാവോ? യോഹന്നാന്റെ സുവിശേഷം 16:7 ഞാൻ പോയാൽ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് ഞാൻ മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അയക്കും. അതാ പരിശുദ്ധാത്മാവിന്റെ ആ സാന്നിധ്യം. ഇന്ന് ഈ സമയം വചനം കേൾക്കുന്ന എല്ലാ പ്രിയമുള്ളവരും ആഗ്രഹിക്കണം യേശു കർത്താവ് പറഞ്ഞതുപോലെ ജീവിക്കാൻ. യേശു കർത്താവിന്റെ ഹൃദയത്തിന്റെ അകത്തുള്ളതുപോലെ എനിക്കും അങ്ങനെ ആയിത്തീരണമെങ്കിൽ ഒന്ന് കർത്താവിനോട്, കർത്താവിന്റെ സൗമ്യതയും താഴ്മയും ആമേൻ നമ്മളൊന്ന് ഏറ്റെടുത്ത് തന്റെ നുകമേറ്റ് തന്നോട് പഠിക്കണം. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാവോ? ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിക്കണം, ആത്മാവിനെ പ്രാപിക്കണം. ഈ കാലഘട്ടത്തിലെ ദൈവസഭകളെല്ലാം തകരാനുള്ള കാരണം എന്താണെന്നറിയാവോ? പുതിയ നിയമ ദൈവസഭയെ ആമേൻ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുന്ന മഹത്തായ ശുശ്രൂഷയാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. ആമേൻ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ ഇപ്പോൾ ശുശ്രൂഷിക്കുന്ന സഭയിൽ ഞാൻ ഗിരിപ്രഭാഷണം എന്നുള്ള വിഷയം ദൈവസഭയിൽ ശുശ്രൂഷിച്ചു. എനിക്ക് തോന്നുന്നു ഒരു 2 വർഷത്തിലധികം, 2.5 വർഷത്തോളം ഗിരിപ്രഭാഷണം എന്ത് ചെയ്തു, ആമേൻ ശുശ്രൂഷിപ്പാനിടയായി. ആമേൻ, ജനത്തിനെല്ലാം അതൊരു അനുഗ്രഹമായി തീർന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്റെ ജീവിതത്തിൽ ഞാനിത് പഠിക്കുമ്പോൾ എനിക്കത് അനുഗ്രഹമാണ്. ആമേൻ. അടുത്തത് കർത്താവിന്റെ വരവ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ആമേൻ, ഇപ്പോൾ ഞായറാഴ്ച ഞാൻ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് ശുശ്രൂഷിക്കുന്നത്. എന്തൊരു അനുഭവമാണെന്നറിയാവോ? കാര്യം എന്നാണെന്നറിയാവോ? ആമേൻ, സ്തോത്രം. ഈ പരിശുദ്ധാത്മാവ് ദൈവസഭയ്ക്കകത്തില്ലെങ്കിൽ, പരിശുദ്ധാത്മാവ് നമ്മിലില്ലെങ്കിൽ, പരിശുദ്ധാത്മാവ് നമ്മുടെ കുടുംബത്തിൽ കർത്തൃത്വം നടത്തുന്നില്ലെങ്കിൽ, ആമേൻ, സ്തോത്രം, നമ്മളെ ദൈവം ആഗ്രഹിക്കുന്നിടത്ത് നമ്മെ കിട്ടുന്നില്ല.
കിട്ടത്തില്ല. സ്തോത്രം. ഈ ആത്മാവിനെ നമ്മൾ പ്രാപിക്കണം. അതിനുവേണ്ടി ഒരു വാഞ്ച നമുക്കുണ്ടാകണം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം അഭിഷേകം പ്രാപിക്കണം. പ്രിയരെ, നിങ്ങൾ മാത്രം അഭിഷേകം പ്രാപിച്ചാൽ പോരാ, നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം അഭിഷേകം പ്രാപിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ആരും ഈ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ അഭിഷേകം പ്രാപിക്കുന്നത് 2002 ഞാൻ പെനിയേൽ ബൈബിൾ സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പം 2002 മെയ് മാസം 5-ാം തീയതി രാത്രി 7 മണിക്കും 7:15-നും 8:15-നും ഇടയ്ക്കുള്ള ഒരു ഉപവാസ പ്രാർത്ഥന, ഒരു ആരാധനയിലാണ്. എന്ന് പറഞ്ഞാൽ പാട്ടുപാടി ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ദൈവത്തെ, കർത്താവേ എന്നെയും ഈ ആത്മാവിനാൽ നിറയ്ക്കണേ എന്ന് പറഞ്ഞ് അന്ന് ആ അഭിഷേകം പ്രാപിച്ച് അന്നുള്ള സന്തോഷം ഉണ്ടല്ലോ. അന്നൊക്കെ നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല, ആരെങ്കിലും അഭിഷേകം പ്രാപിച്ചാല് അന്ന് ഫോൺ വിളിക്കാനൊന്നും അധികം വഴിയില്ലെങ്കിൽ പോലും ഇല്ലന്റിലൊക്കെ എഴുതിയിട്ട് ഞാൻ അഭിഷേകം പ്രാപിച്ചു കാണുന്ന സമയത്തെല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഴിയില് കൂട്ടുവിശ്വാസികളെ ഒന്നും ഇന്നത്തെ പോലെ കാണാനില്ല. അന്ന് വില കൊടുക്കുന്നവരായിരുന്നു അന്നുണ്ടായിരുന്നു. അവരെ കാണുമ്പോഴൊക്കെ എത്ര ആൾക്കൂട്ടമാണെങ്കിലും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഇന്നലെ അഭിഷേകം പ്രാപിച്ചു, ഞാൻ കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയിൽ അഭിഷേകം പ്രാപിച്ചു, ഞാൻ കഴിഞ്ഞ കാത്തിരിപ്പ് യോഗത്തിൽ, എന്ത് ആവേശത്തോടെയാ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് എവിടെയെങ്കിലും അത് കേൾക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എവിടെയെങ്കിലും ഞാൻ അഭിഷേകം പ്രാപിച്ച ആ ഒരു ആവേശം ഞാൻ നിങ്ങളോട് പറയാം. എനിക്ക് തോന്നുന്നു കുറച്ചു പേര് ഈ സൂം പ്ലാറ്റ്ഫോമിൽ അധികം പേരൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് യൂട്യൂബിലൂടെ ഒത്തിരി പേര് കാണുന്നുണ്ടാകും. നിങ്ങളോട് ഞാൻ പറയുകയാണ്, ആത്മീയ ലോകം അതിൻ്റെ ആദിമ തലത്തിലേക്ക് എത്താൻ ഒരു വഴിയുമില്ല. ഏക വഴി എന്നുള്ളത് ആത്മാവിനെ പ്രാപിക്കുക എന്നുള്ളതാണ്. മാതാപിതാക്കളെ, പരിശുദ്ധാത്മാവിനെ കൂടാതെ നിങ്ങൾക്ക് നിത്യത പ്രാപിക്കാൻ കഴിയില്ല. കാരണം പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ചും ബോധം വരണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. ഇന്നത്തെ നമ്മുടെ തലമുറകൾ പാപത്തിലേക്ക് നീങ്ങുമ്പോ, ഇന്നത്തെ നമ്മുടെ തലമുറകൾ തെറ്റിലേക്ക് നീങ്ങുമ്പോൾ, വസ്ത്രധാരണത്തിലാകട്ടെ, കൂട്ടുകെട്ടുകളിലാകട്ടെ, അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന വിഷയത്തിലാകട്ടെ, ലോകമയത്വം നമ്മുടെ കുഞ്ഞുങ്ങളിൽ കയറാനുള്ള ഒന്നാമത്തെ കാരണം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമില്ലെന്നുള്ളതാ. ദൈവസഭയ്ക്കകത്ത് ആത്മാവ് മാറി നിൽക്കുകയാ, ഭവനത്തിന്റെ അകത്തളത്തിൽ ആത്മാവ് മാറി നിൽക്കുകയാ, വ്യക്തികളുടെ ജീവിതത്തിൽ ആത്മാവ് മാറി നിൽക്കുക. അതുകൊണ്ട് മനുഷ്യൻ ഈ കാലഘട്ടത്തോട് ഇണങ്ങുകയാണ്. 12-ാം അധ്യായം റോമാലേഖനത്തിൽ പറയുന്നുണ്ട്, ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പൂർണ്ണതയും ദൈവപ്രസാദവും പ്രസാദവും ഉള്ളത് ഗ്രഹിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നമ്മെ തന്നെ സമർപ്പിക്കാനിടയായി തീരണം. അപ്പോൾ ആത്മാവില്ലാതെ ഈ കാലഘട്ടത്തിൽ ആത്മീയ മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റില്ല. ദൈവസഭയെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുന്ന മഹത്തായ പദ്ധതിയാണ് പരിശുദ്ധാത്മാവ് ദൈവസഭയ്ക്കകത്ത് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിന് നമ്മൾ സ്വാതന്ത്ര്യം കൊടുക്കണം. ഒരു പാട്ട് പാടി അതിന്റെ അവസാനം എന്തൊക്കെയോ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ആത്മസാന്നിധ്യത്തിൽ ആരാധിക്കുന്ന തലത്തിലേക്ക് ദൈവസഭ എന്ത് ചെയ്യണം? വരണം. നമ്മുടെ പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ 2 പാട്ട് പാടുമ്പോൾ തന്നെ 2 മണിക്കൂർ കഴിയുക. അന്ന് ക്ലോക്കേ നോക്കാൻ ക്ലോക്ക് പോലും ഇല്ല, അന്ന് വാച്ചേ നോക്കാൻ വാച്ചില്ല, കയ്യിൽ ഇന്ന് കൊണ്ടു നടക്കുന്ന സ്തോത്രം മൊബൈൽ ഇല്ല. പക്ഷെ അന്ന് ഒറ്റ ആഗ്രഹമുള്ളൂ, സമയമല്ലായിരുന്നു വിഷയം. എത്ര സമയം ദൈവസഭയിൽ ഇരുന്നാലും ആത്മാവിനെ പ്രാപിക്കണം. അതുകൊണ്ട് ഈ ക്രിസ്തീയ ജീവിതം നയിക്കാൻ നിത്യത ആഗ്രഹമുള്ള ദൈവജനത്തോട് ഞാൻ പറയട്ടെ, നിത്യത ആഗ്രഹിക്കുന്നവരോട് ഞാൻ പറയും, ആത്മാവിനെ പ്രാപിക്കാതെ നിത്യത നമുക്കുണ്ടാകില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കും, നമ്മളെല്ലാം ഈ ലാഘവത്തോടെ എടുക്കുന്നതുകൊണ്ടാ സ്വർഗത്തെ കുറിച്ച്, സ്വർഗമോ നരകത്തെ കുറിച്ച് നമ്മുടെ ഇടയിലുള്ളവർ തന്നെ പലരും പറയും, ഇതൊക്കെ വെറുതെ അങ്ങ് പറയുന്നതാണ്, ഇതൊക്കെ വെറുതെയാ, നരകവും സ്വർഗവും ഒന്നുമില്ല. പക്ഷേ ദൈവവചനം നരകത്തെ കുറിച്ച് പറഞ്ഞാൽ നരകം ഉണ്ടെന്ന് തന്നെയാ, സ്വർഗം ഉണ്ടെന്ന് തന്നെയാ. പക്ഷേ എവിടെ എത്തണമെന്നുള്ളത് നമ്മളാ തീരുമാനിക്കേണ്ട. ഒന്നോടെ പറഞ്ഞാൽ ആത്മാവിനെ പ്രാപിക്കാതെ ഒരുവനും നിത്യതയിലെത്താൻ പറ്റില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പിതാക്കന്മാരെ, മാതാക്കളെ, ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ പ്രാപിച്ചത് കൊണ്ടായില്ല, നിങ്ങൾ നിങ്ങളുടെ മക്കളെ എവിടെ എത്തിച്ചത് കൊണ്ടും നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങളുടെ ആശ്വാസമായി. കാരണം എന്റെ മക്കൾ ഇപ്പോൾ UK എത്രയോ ശമ്പളം വാങ്ങുന്നു, 4 ലക്ഷം 5 ലക്ഷം രൂപ സാലറി കിട്ടുന്നുണ്ട്. ഇതിലൊന്നും നിങ്ങൾ ആശ്വാസം കണ്ടെത്തരുത്. ഇവരെവിടെ എത്തിയാലും നിത്യതയിൽ അവരില്ലെങ്കിൽ നിത്യത എന്നുള്ളത് തന്നെയാണ് നരകവും എന്നുള്ള ചിന്ത നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ചിന്തിച്ചേ, സ്വർഗം നിത്യതയാണെങ്കിൽ നരകവും എന്താ? സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? സ്വർഗം നിത്യതയാണെങ്കിൽ നരകവും എന്താ? നിത്യതയാ. നരകവും
നിത്യതയാ. സ്തോത്രം. അല്പം ചൂട് കൂടുമ്പോൾ, ഞാൻ കഴിഞ്ഞ ദിവസം എവിടെയാ, താഴെ നാട്ടിൽ ഒരു മീറ്റിങ്ങിന് ശുശ്രൂഷിക്കാൻ വേണ്ടി പോയി. ഈ കഴിഞ്ഞ ദിവസം പോയപ്പോ ഈ വയനാട്ടിൽ നിന്ന് താഴെ, വയനാട്ടിലിപ്പോ ചൂട് കൂടുതലാണ്, താഴേക്ക് ഇറങ്ങുമ്പോൾ നിൽക്കാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു 15ഓളം ഫാൻ ആ ഹോളിനകത്ത് കറങ്ങുന്നുണ്ട്. 15 ഫാൻ കറങ്ങുന്നുണ്ട്. 15 ഫാൻ കറങ്ങുന്നുണ്ട് ആ ഹോളിനകത്ത്. പക്ഷെ എന്നിട്ടും ചൂട് കൊണ്ട് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കുക, അല്പം ചൂട് കൂടിയാൽ വിയർക്കുന്ന അസ്വസ്ഥപ്പെടുന്ന നമ്മൾ, കെടാത്ത തീ, ചാകാത്ത പുഴു. വചനം എങ്ങനെയാ പറയുന്നത്? തീ കൊണ്ട് ഉപ്പിടുവെന്നാ പറഞ്ഞേ. അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടെ അല്പം കടുക് പൊട്ടിക്കുന്ന സമയത്ത്, ആന്റിമാരെ നിങ്ങൾ കേൾക്കൂ, കടുക് പൊട്ടിക്കുന്ന സമയത്ത് അല്പം എണ്ണ കൈക്ക് തെറിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര അസ്വസ്ഥതയല്ലേ? കെടാത്ത തീ. അത് ഏത് തീയാന്നറിയാവോ? ഏത് തീയാന്നറിയാവോ? അത് നരകത്തിന് വേണ്ടി ദൈവം നിർമ്മിച്ച തീയാ. ഈ ഭൂമിയിലുള്ള തീയാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, നരകത്തെ കുറിച്ച് പേടിച്ചിട്ട് നിത്യതയിൽ പോകാൻ വേണ്ടി ആരും ഇരിക്കുകയും ചെയ്യരുത്. നരകത്തെ കുറിച്ച് പറഞ്ഞ് പേടിപ്പിച്ചിട്ടേ ആരും നിത്യതയിൽ പോകാൻ വേണ്ടി ഇരിക്കരുത്. കർത്താവിനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കണം നിങ്ങൾ എവിടെ പോകേണ്ടത്. കർത്താവിനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട്. അയ്യോ എനിക്ക് നരകത്തിൽ പോകണ്ട, അതിനേക്കാൾ നല്ലത് എങ്ങോട്ടാ? അവിടെ പോയി ഇതൊക്കെ ഉള്ളത് കൊണ്ടല്ല നമ്മൾ സ്വർഗത്തിൽ പോകേണ്ടത്. നമ്മൾ കർത്താവിനോടുള്ള സ്നേഹം, അതിഭയങ്കരമായ സ്നേഹം നിമിത്തമാകണം നമ്മൾ എങ്ങോട്ട് പോകേണ്ടത്. കെടാത്ത തീ, ചാകാത്ത പുഴു. തീ കൊണ്ട് എന്ത് ചെയ്യും? ഉപ്പിടുവെന്നാ പറഞ്ഞേ. സ്തോത്രം. തീ കൊണ്ട് ഉപ്പിടും. ആ സമയത്തെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കിയ, പെട്ടുപോയാൽ പോയി. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ, ദാവീദ് പ്രാർത്ഥിച്ചില്ലേ, അങ്ങയുടെ ആത്മാവിനെ എന്നിൽ നിന്ന് എന്ത് ചെയ്യരുത്? എടുത്തു കളയരുത്. ആത്മാവ് അല്പം മാറി നിന്നപ്പോഴാണ് തന്റെ ജീവിതത്തിൽ എന്ത് ചെയ്തത്? വലിയ പ്രതിസന്ധി വന്നത്. അതുകൊണ്ട് ഈ ആത്മാവിനെ നമ്മൾ പ്രാപിക്കണം. ഒന്നോടെ പറഞ്ഞാൽ, ഞായറാഴ്ച വന്ന് പറയുന്ന അന്യഭാഷയല്ലേ ആത്മാവിന്റെ അടയാളം. അത് മാത്രമല്ല, സ്തോത്രം, നമ്മൾ വചനം ഇങ്ങനെ പറയുന്ന വന്നു പോകുന്ന ആത്മാവിനെ അല്ല. പഴയ നിയമത്തിൽ വന്നാൽ ശുശ്രൂഷിച്ചാൽ മതി. പുതിയ നിയമത്തിൽ എന്നേക്കും കൂടെ ഇരിക്കുന്ന ആത്മാവ്. പരിശുദ്ധാത്മാവിനെ കുറിച്ചൊക്കെ പഠിപ്പിച്ച കുറെ ഉണ്ട് പ്രിയമുള്ളവരെ. ഞാൻ ആ ഭാഗം നിർത്തുക. എങ്ങനെ കർത്താവ് പറഞ്ഞ തലത്തിലേക്ക് നമുക്ക് എത്താം? ഒന്ന്, എന്റെ നുകമേറ്റ് എന്നോട് പഠിപ്പിനെന്ന് കർത്താവ് പറഞ്ഞില്ലേ? കർത്താവിനോട് പഠിച്ച്, ആമേൻ, സ്തോത്രം, ആമേൻ, താഴ്മയും സൗമ്യതയും ഉള്ളവനായിരിക്കുക. രണ്ടാമത്തെ കാര്യം, ആമേൻ, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. മൂന്നാമത്തത്, ആമേൻ, കൃപയാൽ നമുക്കത് കഴിയത്തുള്ളൂ. നമ്മുടെ ബുദ്ധി കൊണ്ടോ, നമ്മുടെ അറിവ് കൊണ്ടോ, നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടോ, നമ്മുടെ സാമ്പത്തിക ഭദ്രത കൊണ്ടോ ഒരിക്കലും പ്രശ്നങ്ങളെ ജയിക്കാൻ പറ്റില്ല. കൃപയാൽ, കൃപയാൽ, കൃപയാൽ. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 10:5 മുതലുള്ള വാക്യങ്ങൾക്ക് താഴേക്ക് നമ്മൾ വായിച്ചു വരുമ്പോൾ എങ്ങനെയാണ്? ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന എല്ലാ ഉയർച്ചകളെയും, ആമേൻ, എങ്ങനെയാ? നമ്മൾ നമ്മുടെ കഴിവ് കൊണ്ടാണോ പിടിച്ചു കെട്ടുന്നത്? അല്ലവേ അല്ല, അല്ലവേ അല്ല. ദൈവത്തിന്റെ കൃപയാൽ, ദൈവത്തിന്റെ ആത്മാവിനാൽ, ദൈവത്തിന്റെ ശക്തിയാൽ നമ്മൾ അതിനെ എന്ത് ചെയ്യാണ്? കീഴടക്കുകയാണ്. അവസാന ഭാഗത്തേക്ക് ഞാൻ വരികയാണ്. യോഹന്നാന്റെ സുവിശേഷം 6:60 യേശു കർത്താവിന്റെ വാക്ക് കേട്ടാനന്തരം ശിഷ്യന്മാർ ഇങ്ങനെ പറഞ്ഞു, ഇത് കഠിന വാക്ക്. 6:66 അന്ന് മുതൽ അവർ അവനെ വിട്ടുപോയി. യേശു ചോദിച്ചൊരു ചോദ്യമുണ്ട്. 6:67 നിങ്ങൾ പോകുന്നില്ലേ? ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്. കുറെ പേര് എന്ത് ചെയ്തു? പോയി. നിങ്ങൾ പോകുന്നില്ലേ? പത്രോസ് പറഞ്ഞ എങ്ങനെയാണെന്നറിയാവോ? ഇതാണ് ഈ ഗിരിപ്രഭാഷണത്തിന്റെ ഒരു ഒടുവിലത്തെ ഒരു നല്ല പോയിന്റ്. ഇതാണ്. കൽപ്പന എത്ര കഠിനമുള്ളതായിരുന്നാലും, കർത്താവ് പറഞ്ഞതൊക്കെ ഇന്നത്തെ ജീവിത സാഹചര്യവുമായിട്ട് നോക്കുമ്പോ അസാധ്യമെന്ന് നമുക്ക് തോന്നിയാലും, കർത്താവിന്റെ താഴ്മയും സൗമ്യതയും നമ്മൾ ഏറ്റ് കർത്താവിനോട് പഠിച്ചാൽ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ, ദൈവത്തിന്റെ കൃപ നമ്മുടെ മേലുണ്ടെങ്കിൽ, ആമേ, സ്തോത്രം, പത്രോസ് പറയുകയാണ്, ഞങ്ങൾ എങ്ങോട്ടാ പോകേണ്ടത്? നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്. അതിന്റെ അർത്ഥം എന്നാണെന്നറിയാവോ? വചനം എത്ര കട്ടിയായി സംസാരിച്ചാലും, ആമൻ, അത് എന്നെ കുത്തി പറഞ്ഞതാണെന്ന് പറയാതെ, കർത്താവേ, എന്റെ ജീവിതത്തെ തൊട്ട് അങ്ങ് സംസാരിച്ചത് കൊണ്ട് സ്തോത്രം. എന്നെ ചെത്തി വെടിപ്പാക്കേണ്ടതിന് അങ്ങയുടെ വചനം എന്റെ മേൽ അയച്ചതിനായി സ്തോത്രം. നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്. നിന്നെ വിട്ടിട്ട്, അതല്ലേ പാട്ടുകാരനും അങ്ങനെയല്ലേ പോകുന്നത്? നിത്യജീവ മൊഴികൾ നിന്നിലുണ്ട് പരനെ,
നിന്നെ വിട്ടിട്ടാടി ഞങ്ങളെങ്ങു പോയി വസിക്കാൻ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. കണ്ടില്ലേ, ആ കാലഘട്ടത്തിൽ ശിഷ്യന്മാര് പറഞ്ഞു, നമ്മുടെ പിതാക്കന്മാര് പറഞ്ഞു, എന്തിനേക്കാളും വലിയ സമ്പത്ത് എന്റെ യേശുവാണ്. അതുകൊണ്ടല്ലേ പാട്ടുകാരൻ ഇങ്ങനെ പാടിയത്, എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലെന്നും യേശു മാത്രം സമ്പത്താകുന്നു. കണ്ടില്ലേ, യേശുവാണ് സമ്പത്ത്, വചനമാണ് സമ്പത്ത്, ആത്മീയമായി നാം നേടുന്നതാണ് സമ്പത്ത്. ഈ സമ്പന്നനാണ് നിത്യത അവകാശമാക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. ഈ ബോധ്യം നമുക്ക് വേണം. നമ്മൾ എവിടെ പോയാലും നമുക്ക് കിട്ടാത്തത് ഈ ദൈവവചനമാണ്, നിത്യജീവനിൽ പോകാനുള്ള ദൈവവചനം. സ്തോത്രം. താൽക്കാലികമായി നമ്മുടെ സുഖങ്ങൾക്ക് വേണ്ടി വളച്ചൊടിച്ച ചില വചനങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വെക്കുമ്പോ പറഞ്ഞ് ഏറ്റെടുക്കരുത്. ഞാൻ ഇങ്ങനെ പറഞ്ഞ് ഈ വചനം അവസാനിപ്പിക്കാം. നമ്മുടെ താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടി സ്തോത്രം, ഈ കാലഘട്ടത്തിലെ നൂതന ശുശ്രൂഷകരുടെ വാക്ക് കേട്ട് വചനങ്ങളൊക്കെ വളച്ചൊടിച്ച് നിങ്ങളുടെ അകത്ത് തരാൻ നേരത്ത് അതാണ് സത്യം എന്ന് പറയുമ്പം കർത്താവിന്റെ വചനം എന്താണെന്ന് യഥാർത്ഥമായി ദൈവവചനത്തിൽ എഴുതി വെച്ചിരിക്കുമ്പോ ഇങ്ങനെയുള്ളവരുടെ വാക്ക് കേട്ട് ചതിക്കപ്പെടരുത്. യഥാർത്ഥ വചനം, സത്യമായി പ്രസംഗിക്കുന്ന ദൈവവചനം നിങ്ങൾ ഏറ്റെടുക്കണം. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് മനസ്സിലായെന്ന് എനിക്കറിയില്ല. നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം ദൈവത്തിൽ അടച്ച് ദൈവത്തിനെ നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചുകൊണ്ട്, കർത്താവേ, അങ്ങയുടെ വരവാസന്നമായി. വചനം എന്താ പറയുന്നത്? അന്ത്യകാലത്തെ കുറിച്ച് യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്, അന്ത്യകാലത്ത് യുദ്ധങ്ങളെ കുറിച്ച്, യുദ്ധശ്രുതികളെ കുറിച്ച് കേൾക്കും, വ്യാധികൾ ഉണ്ടാകും. ലോകത്തെല്ലായിടത്തും കർത്താവിന്റെ വചനം എത്തപ്പെടുമ്പോൾ അപ്പോൾ അവസാനം ഉണ്ടാകും. അതെ, തിമോഥെയോസിന്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയാം, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. മനുഷ്യൻ സ്വസ്നേഹികളാകും, വമ്പ് പറയുന്നവരാകും, അപ്പനമ്മമാരെ. കണ്ടില്ലേ, വചനമെല്ലാം അതിന്റെ അക്ഷരാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ നിറവേറുകയാണ്. യുദ്ധങ്ങൾ നമ്മൾ ഇന്നലെ നോക്കിയത്, കഴിഞ്ഞ നാളുകളിൽ നോക്കിയത് റഷ്യ ഉക്രൈൻ യുദ്ധമായിരുന്നെങ്കിൽ, പിന്നീട് നമ്മൾ കണ്ടു പലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം. ഇതാ നമ്മുടെ രാജ്യവും വലിയ ഭീതിയിലാണ്. നമ്മുടെ രാജ്യം ഈ നിലയിൽ വലിയ പ്രതിസന്ധിയിലൂടെ പോകുന്ന ഒരു കാലഘട്ടമാണ്. യുദ്ധങ്ങളെ കുറിച്ച്, യുദ്ധശ്രുതികളെ കുറിച്ച് നമ്മൾ കേൾക്കുകയാണ്. ഉലകത്തിൽ കേൾക്കാത്ത വ്യാധികൾ ഇന്ന് ജനത്തിന്റെ ഇടയിലുണ്ട്. എന്നാൽ മനസ്സിലാക്കണം, ഇതെല്ലാം മനസ്സിലാക്കി തരുന്നത് ഒരു ഭക്തനോടുള്ള ബന്ധത്തിൽ നമ്മുടെ കർത്താവ് വരാറായി. ഇന്നല്ലെങ്കിൽ നാളെ കാഹളം ധ്വനിക്കും, മരിച്ചവർ മുമ്പേ എഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്നവർക്ക് രൂപാന്തരം ഉണ്ടാകും. എന്റെ പ്രിയരെ, തള്ളപ്പെട്ടു പോകരുത്, എവിടെയും തള്ളപ്പെട്ടു പോകരുത്. കർത്താവ് തൻ ഗംഭീരനാദത്തോടെ, പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ മധ്യാകാശത്തിൽ വെളിപ്പെടുമ്പോൾ സ്തോത്ര, രൂപാന്തരം പ്രാപിക്കത്തക്കവണ്ണം ജീവിത വിശുദ്ധിയോടെ നമുക്കായിരിക്കാൻ കർത്താവേ ഈ വചനത്തിന് മുൻപാകെ ഞങ്ങളെ സമർപ്പിക്കും. ഞങ്ങളുടെ ആത്മാവ് ഞങ്ങളെ ബലപ്പെടുത്തുന്നത് കൊണ്ട് സ്തോത്രം. എല്ലാ മഹത്വവും എല്ലാ പുകഴ്ചകളും കർത്താവിന്. ഈ രഹോബോത്ത് മിനിസ്ട്രിയെ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കണമേ. ഇതിൽ അറ്റൻഡ് ചെയ്ത എല്ലാ കുടുംബങ്ങളെയും, സോഷ്യൽ മീഡിയയിലൂടെ ഈ ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും പിതാവിന്റെ കരങ്ങളിൽ തന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും എല്ലാ പുകഴ്ചകളും ഞങ്ങൾ കർത്താവിന് അർപ്പിക്കട്ടെ. പ്രാർത്ഥനകളും യാചനകളും കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ